അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് അവറുകളാണ്. ഛത്തീസ്ഗഡിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ കുടുംബമായി ചെയ്തു വരുന്ന ദൈവദാസന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും ദൈവദാസൻ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം, അതുപോലെ തന്നെ സുവിശേഷ വിരോധികളുടെ കടന്നാക്രമണം നേരിട്ടിട്ടുള്ള സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ താനും കുടുംബവും കഴിഞ്ഞ നാളുകൾ കടന്നു പോകാനിടയായി തീർന്നു. തന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വളരെ പ്രചോദനവും പ്രത്യാശവും പകരുന്നതാണ്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. താല്പര്യമെങ്കിൽ അറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ അതിനായി ഉപയോഗിക്കാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം അരോമ ടിവിയിലൂടെ ഇങ്ങനെ ഒരു അവസരം എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കാനായിട്ട് നൽകി തന്ന കർത്താവിൻ്റെ ദാസൻ ദാനിയേൽ ജോൺ ഗുജറാത്തിനോടും അനുബന്ധിച്ച് ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ അരോമ ടിവിയിൽ പരിചയപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലെനിൻ ഷമുവേലിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ തോമസ് വർഗീസ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ദുർഗ് ജില്ലയിലുള്ള കുർദ് ബിലായ് എന്ന സ്ഥലത്ത് നിന്നാണ്. കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ബാല്യകാലം, എൻ്റെ പിതാവിൻ്റെ കാലം മുതലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ സാക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ. ഞങ്ങളൊരു കത്തോലിക്ക കുടുംബത്തിലുള്ള മാതാപിതാക്കൾ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. ഇപ്പോൾ ഞങ്ങളൊരു മിഷണറി കുടുംബമാണ്. എൻ്റെ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇപ്പോൾ എൻ്റെ പിതാവ് 87 വയസ്സുള്ളവനായിട്ട് വാർദ്ധക്യ സഹജമായിട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു. എനിക്ക് മൂത്ത ഒരു പെങ്ങളുണ്ട്. കുടുംബമായിട്ട് അവര് റാന്നിയിൽ കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പെങ്ങള് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അനുജൻ പാസ്റ്റർ ഏബ്രഹാം വർഗീസ് IPC PCK കുവൈറ്റിൽ പാസ്റ്ററായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു. കുടുംബമായിട്ട് അവരവിടെ ആയിരിക്കുന്നു. ഞാൻ കുടുംബമായി ഛത്തീസ്ഗഡിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു മിഷണറി കുടുംബമാണ്. എൻ്റെ പിതാവ്, എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, എൻ്റെ പിതാവ് വളരെ മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കാത്ത കത്തോലിക്ക കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും എൻ്റെ പിതാവ് ഒരു ദൈവവിശ്വാസമില്ലാത്ത ഈ ലോകത്തെ മാത്രം സ്നേഹിക്കുകയും സ്വന്തം കായിക ബലമാണ് ദൈവമെന്ന് വിശ്വസിക്കുകയും എല്ലാവിധ മ്ലേച്ഛമായ അവസ്ഥകളിലും ജീവിക്കുന്ന ഒരു മനുഷ്യനായി. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ RSP എന്ന് പറയുന്ന കേരളത്തിലുള്ള ഒരു ട്രേഡ് യൂണിയനോട് ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ തൊഴിലാളിയായി ജോലി ചെയ്യുകയും തദവസരത്തിൽ ഞങ്ങളുടെ ബാല്യകാലത്ത് എനിക്ക് ഏകദേശം 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു ബസ് ആക്സിഡന്റിൽ 2 കാലുകളും അരയ്ക്ക് താഴ്വശം ഒടിയുകയും ദീർഘനാളുകൾ 2 കാലുകളും പ്ലാസ്റ്റർ ഇട്ട് സൗഖ്യമില്ലാതെ ഭവനത്തിലാകുകയും അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരു വല്ലാത്ത പരിസ്ഥിതികളിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ പെങ്ങളുടെ ജനനത്തിന് ശേഷം 6 വർഷത്തോളം ആറ്റുനോറ്റ് എൻ്റെ മാതാവ് ഒരു യാക്കോബ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട പ്രിയപ്പെട്ടവരാണ്.
എങ്കിലും വളരെ ദൈവഭക്തയായ ഒരു സ്ത്രീയായിരുന്നു എൻ്റെ മാതാവ്. അപ്പോൾ വളരെ നേർച്ച, അന്നത്തെ കാലത്ത് അവർക്കറിയാവുന്നത് നേർച്ച കഴിക്കുക, കാഴ്ചകൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഉണ്ടായ ഒരു മകനാണ് ഞാൻ. ഇങ്ങനെ ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ, അവ ട്രേഡ് യൂണിയൻ തൊഴിലാളി ആയിരുന്നതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായം ഏതെങ്കിലും ആഴ്ചകളിലൊക്കെ ലഭിക്കുന്നത് മാത്രം ഒരു സഹായമായി. എൻ്റെ പിതാവിൻ്റെ കായിക ബലമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പല സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നുകൊണ്ട് അവർ വന്ന് അദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കുകയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമായി ആരും സഹായിക്കാനില്ലാതെ മരണം പോലും കൈവിട്ട ഒരവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് യേശുവിനെ അറിയാൻ അങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അന്ന് ഞങ്ങളുടെ ദേശത്ത് പെന്തിക്കോസുകാർ ബിലവും കുറവുള്ള വിരളയിൽ എണ്ണാവുന്നവർ മാത്രമേ പെന്തിക്കോസുകാരായിട്ട് ഞങ്ങളുടെ ദേശത്തുള്ളൂ. എൻ്റെ സ്വന്തം ദേശം പത്തനംതിട്ട ജില്ലയിലുള്ള ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗ്രാമപ്രദേശമായ ഒരു മലനാടൻ പ്രദേശമാണ് ചിറ്റാർ. സീതത്തോട് ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ് ചിറ്റാർ. അന്ന് അവിടെ വളരെ വിരളമായ പെന്തിക്കോസുകാർ മാത്രമേ ഉള്ളൂ. അന്ന് പരിശുദ്ധം കുഞ്ഞൂട്ടി എന്ന് പറയുന്ന ഒരു കുഞ്ഞൂട്ടിച്ചാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പരിശുദ്ധി, അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതം ത്തെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. പരിശുദ്ധം കുഞ്ഞൂട്ടി എന്നാണ് അദ്ദേഹത്തെ അന്ന് ആളുകൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു സന്ധ്യാസമയം ഈ മനുഷ്യൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അപ്പൊ എൻ്റെ പിതാവ് ഇങ്ങനെ ഈ രണ്ട് കാലുകളും ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് അത് പഴുപ്പ് കയറി കാലൊടിയുക എന്ന് പറയുന്നത് അങ്ങ് അരഞ്ഞ് ബസ്സിന്റെ ബാക്ക് വീല് കയറിയിട്ട് 2 പ്രാവശ്യം കയറി ഇറങ്ങി അങ്ങ് അരഞ്ഞു പോയതാണ്. അപ്പൊ ഒരിക്കലും അത് ശരിയാകത്തില്ല. അപ്പം അദ്ദേഹം ഈ കാല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പലപ്പോഴും പറഞ്ഞെങ്കിലും കാല് മുറിച്ചിട്ട് ഒരു അംഗഹീനനായിട്ട് പിന്നെ ജീവിക്കേണ്ട, അതിൽ ഭേദം പഴുത്ത് ചത്തോട്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ കഴിയുന്ന ഒരു അവസരമാണ്. എങ്കിലും കൈക്കൊക്കെ നല്ല ബലമുണ്ട്, അരയ്ക്ക് മേളിലോട്ട് കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ എല്ലാ വിധത്തിലും വളരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വളരെ ബുദ്ധിമുട്ടുന്ന 3 പിഞ്ഞു കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ മാതാവ് അങ്ങനെ വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു സമയത്താണ് ഈ മനുഷ്യൻ ഒരു സന്ധ്യായാമത്തിൽ കടന്നു വന്ന് എൻ്റെ മാതാവിനോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം പിതാവിനെ അടിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്ന ഭയം ഉള്ളതുകൊണ്ട് എൻ്റെ മാതാവ് പറഞ്ഞു, ഇവിടെ നിങ്ങൾ പറഞ്ഞ യേശുവിന് എന്താണ് നേർച്ച വേണ്ടിയത്, ആ നേർച്ച തരാനായിട്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളത് പറഞ്ഞിട്ട് പോയാൽ ഏതെങ്കിലും സമയത്ത് അത് ലഭിക്കുമ്പോൾ തരാം. അദ്ദേഹം ഉണരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് ദയവായിട്ട് പോകണം. അപ്പൊ ഈ ദൈവദാസൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്തുന്ന യേശു എന്തെങ്കിലും വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നവനല്ല, അവൻ സകലവും സൗജന്യമായി ചെയ്യുന്നവൻ. ഈ സൗജന്യമെന്ന് കേട്ട ഈ ശബ്ദം എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദൈവം എന്തെങ്കിലും സൗജന്യമായി കൊടുക്കും എന്ന് കേൾക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേർച്ചകൾ കൊടുക്കണം, കാഴ്ചകൾ കൊടുക്കണം. അങ്ങനെ ഈ വിപത്തുകളൊക്കെ വന്ന് ഭവിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ് എവിടെയൊക്കെ എന്തെല്ലാം നേർച്ചകൾ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ കൊടുത്ത് ഇനി കാശില്ലാത്തത് കൊണ്ട് ഇനി ദൈവത്തെ വിളിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം സൗജന്യമായി ലഭിക്കുന്ന ഒരു യേശുവിനെ പരിചയപ്പെടും. അപ്പൊ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ചോദിച്ചു, എന്നാ ശരി ആയിക്കോട്ടെ, അപ്പൊ പിന്നെന്താണ് വേണ്ടിയത്? അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ മനുഷ്യൻ ഈ സന്ധ്യായാമത്തിൽ, സാധാരണ സന്ധ്യക്ക് മണ്ണെണ്ണ വിളക്കാണ് അന്നത്തെ കാലത്ത്, കരണ്ട് ഇല്ല ദേശത്ത്, പെട്ടെന്ന് തന്നെ എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിക്ക് മുമ്പ് തന്നെ കിടന്നുറങ്ങും. അപ്പൊ ഇദ്ദേഹം അവിടെ വരാന്തയിൽ തന്നെ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റമായിരുന്നു. അങ്ങനെ ഈ സൗജന്യമായി കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയണമെന്നുള്ള താല്പര്യം എൻ്റെ മാതാവിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഉരുവായി.
എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു തരുന്നതെല്ലാം സൗജന്യമായിട്ടാണ്. അവനൊന്നും വാങ്ങിച്ചിട്ട് ആർക്കും ഒന്നും ചെയ്യുന്നവനല്ല. തിരുവെഴുത്ത് റോമാലേഖനം പറയുന്നത് പോലെ, അവന് മുമ്പേ കൊടുത്തിട്ട് അവനിൽ നിന്ന് വാങ്ങുന്നത് ആർ? സകലവും അവനിൽ നിന്നും സകലവും അവങ്കിലേക്കുമാകും. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, അതിലെല്ലാം അപ്പുറമായിട്ട് സകലവും സൗജന്യമായി കൊടുക്കുന്ന ഒരു യേശു, തൻ്റെ പ്രാണനെ പോലും കൊടുത്ത് നമ്മെ സ്നേഹിച്ച, സേവിച്ച അലിപ്രീസ് ആ യേശുവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അവൻ ഇന്നും സൗജന്യമായി തരുന്നവനാണ്. അങ്ങനെ എൻ്റെ മാതാവ് ആ വിശ്വാസത്തിന്റെ പടവുകളെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. മീൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭയുണ്ട്. അപ്പൊ ഞങ്ങൾക്കന്ന് ജീവിതമാർഗങ്ങളൊന്നും മറ്റില്ലാത്തത് കൊണ്ട് എൻ്റെ മാതാവ് തനിക്കുണ്ടായിരുന്ന എല്ലാം സ്വരുക്കൂട്ടി ഒരു പശുവിനെ വാങ്ങിച്ചു. അങ്ങനെ അന്ന് ആ പശുവിനെ കറന്ന് പാല് കിട്ടിയാൽ ജീവിക്കാമല്ലോ എന്നുള്ള ഒരു താല്പര്യത്തിൽ അങ്ങനെ ഈ പശുവിന് പുല്ലറക്കാനായിട്ട് കുറച്ച് ദൂരം കാട്ടിപ്പോയി പുല്ല് കൊണ്ടുവരണം. അപ്പൊ ഈ പുല്ലറക്കാൻ പോകുന്ന സമയത്ത് ഒരു ബ്ലൗസും ഒരു സാരിയൊക്കെ അതിനകത്ത് പൊതിഞ്ഞു വെച്ചോണ്ട് പോയി അവിടെ ചെന്ന് പുല്ലറുത്ത് വെച്ചതിന് ശേഷം ഈ പ്രാർത്ഥനാ യോഗത്തിന് പോകും. അങ്ങനെ എൻ്റെ മാതാവ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് കർത്താവിനെ സേവിക്കാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട്. സമയങ്ങള് ലേറ്റ് ആകുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ പിതാവ് കായികാഭ്യാസിയായ പിതാവായതുകൊണ്ട് എവിടെങ്കിലുമൊക്കെ പിച്ചാത്തി 2 തലയ്ക്കും വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പം എറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പട്ടികയിൽ, നീളത്തിലുള്ള പട്ടികയിൽ ഇങ്ങനെ കട്ടിലെ വെച്ചിരിക്കുകയാണ്, പട്ടിക കഷ്ണം. അപ്പൊ അതുകൊണ്ട് ഈ മാതാവിനെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും ഈ കാലൊടിഞ്ഞു കിടക്കുന്ന സമയത്ത്. അപ്പൊ 2 കാലുകളും സ്വാധീനമില്ലാതെ ഈ മനുഷ്യന് അപ്പം അങ്ങനെ ഒരു ആരോപണമൊക്കെ ഉന്നയിക്കും. എന്താ പറയുന്നത്, എനിക്കിപ്പോൾ വയ്യാത്തത് കൊണ്ട് മറ്റ് ഭർത്താക്കന്മാരെ തേടി പോവുകയാണ്. ഇങ്ങനെയൊക്കെ വളരെ പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് എൻ്റെ മാതാവിനെ മർദ്ദിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയാക്കി. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നാൾ മുതൽ എൻ്റെ മാതാവ് ഒരു വലിയ പ്രാർത്ഥന ജീവിതമുള്ള മാതാവായിട്ട് മാറി. അതിനു മുമ്പും വളരെ ധാർമ്മികപരമായിട്ട് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മാതാവായിരുന്നു എൻ്റെ. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, അഭിഷേകമൊക്കെ പ്രാപിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ ദർശനത്തിൽ എൻ്റെ പിതാവിന് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അന്ന് ദൈവദൂതനാണെന്നോ, ദൈവത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് ദൈവദൂതൻ എന്ന് പറഞ്ഞാലൊന്നും എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TPM-ലെ ഉപദേശിമാര് ഈ മൊത്തം വെള്ള കുപ്പായമൊക്കെ ഇട്ടുണ്ടാന്ന് നടക്കുന്നത്, മൊത്തം വെളുത്ത ജൂബ താഴെ വരെ ഇട്ട് അതേ വേഷത്തിൽ ഒരു മനുഷ്യനാണ്. അപ്പം ഒരു ദൈവ മനുഷ്യനായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്നത്തെ ഊഹമാണ്. അപ്പൊ അങ്ങനെ രാത്രി പ്രത്യക്ഷനായി അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് സൗഖ്യം തരാനെ കൊണ്ട് എനിക്ക് കഴിയും. അപ്പൊ സൗഖ്യം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പാപ ജീവിതത്തെയൊക്കെ വിട്ട് ജീവിക്കാനായിട്ട് കഴിയുമോ? സൗഖ്യം ലഭിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലൊക്കെ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിനേക്കാൾ കൂടുതലൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഇവര് വളരെയധികം നേരം, അപ്പൊ ഈ സംവാദം രാത്രി നടക്കുന്നത് എൻ്റെ മാതാവ് ഇങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയായതുകൊണ്ട് കേൾക്കാം. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് കഴിയത്തില്ലല്ലോ. അപ്പൊ ഇവര് രാത്രി ഈ സംവാദങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞ് TV കാണുന്നത് പോലെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് 1 ആഴ്ചക്കാലം നീ ഇതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുക, അടുത്ത വെള്ളിയാഴ്ച ദിവസം ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഈ സ്വർഗദൂതൻ ഇദ്ദേഹത്തിന്. പിറ്റേ ദിവസം നേരം വെളുത്തു. നേരം വെളുത്തപ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. സംസാരത്തിനൊക്കെ തന്നെ വ്യത്യാസമായി.
അപ്പം എല്ലാ ആഴ്ചയിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി കാലിന്റെ അകത്ത് ഈ പ്ലാസ്റ്ററിനുള്ളിലുള്ള പഴുപ്പ് എടുത്തിട്ട് തിരിച്ചു വരണം. അപ്പൊ അങ്ങനെ ആ ആഴ്ചയിലും പോയി പഴുപ്പൊക്കെ എടുത്ത് തിരിച്ചു വന്നു. പിറ്റേ വെള്ളിയാഴ്ച ദിവസം ഇതേ സമയമായപ്പോൾ വീണ്ടും ഈ ദൂതൻ, അന്ന് വരുമ്പോൾ 5 പേർ ഒരുമിച്ചാണ് വരുന്നത്. ആദ്യം വന്നയാളും അദ്ദേഹത്തോട് കൂടെ 4 പേരും. അപ്പൊ ഇങ്ങനെ ഈ 5 പേര് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരി വ്യത്യാസങ്ങൾ വർത്താനത്തിലായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്ന മനുഷ്യൻ ചീത്ത വിളിക്കാതായി, സ്നേഹത്തോടെ സംസാരിക്കാനെ കൊണ്ട് പഠിച്ചു. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ. ഈ സംഭവം എൻ്റെ മാതാവിനോട് പറഞ്ഞു. മാതാവ് ദൈവദാസനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ദൈവദൂതന്റെ സന്ദർശനമാണ്, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. അപ്പൊ അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വെള്ളിയാഴ്ച ദിവസം വീണ്ടും ഈ ദൈവദൂതൻ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ നിനക്ക് സൗഖ്യം തന്നാൽ ഞാൻ ഇന്ന് മുതൽ ഞാൻ പറയുന്നത് മാത്രം കേട്ട് നീ സഞ്ചരിക്കണം. അങ്ങനെ അവർ തമ്മിൽ ആ സ്വപ്നത്തിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ ചെയ്ത്, ഈ നടുക്ക് നിന്ന ആള്, ഒരാള് നടുക്ക് നിന്നു, 2 പേര് തലയ്ക്ക് നിന്ന്, 2 പേര് കാൽക്കൽ നിന്നു. അങ്ങനെ ഈ 5 പേരും നടുക്ക് നിന്ന ആൾ ഇദ്ദേഹത്തെ നടുവിന് പിടിച്ച് മേളിലോട്ട് ഉയർത്തി. മറ്റ് 2 പേരും, 2 പേര് കൈക്ക് പിടിച്ചു, 2 പേര് കാലിന് പിടിച്ചു. ഒന്ന് കുടഞ്ഞു. അപ്പൊ അസ്ഥികളൊക്കെ ഇങ്ങനെ ടക്ക 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 എന്ന് ഇങ്ങനെ വീഴുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാം. എന്നിട്ട് ഈ ഓടിട്ട പെരയാണ്. ഇപ്പൊ ഈ ഓടിന്റെ ഉമ്മറപ്പടിയുടെ അവിടെ വരെയും ഈ മേളിലുള്ള ഈ തുലാത്തിന്റെ അവിടെ വരെ അത്രയും കിണരത്തിൽ അദ്ദേഹത്തെ പൊക്കിയെന്നാണ് പറയുന്നത്. ആ പൊക്കിയതിന് ശേഷം താഴെ ഇട്ടിട്ട് പറഞ്ഞു, നാളെ മുതൽ നീ നടന്നു, നീ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മനുഷ്യര്, ഈ 5 ദൈവദൂതന്മാര് അപ്രത്യക്ഷമായി. ഇദ്ദേഹം രാത്രി തന്നെ ചാടി എഴുന്നേറ്റു, അമ്മയെ വിളിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് സൗഖ്യമായി. അപ്പൊ സൗഖ്യമായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനെ കൊണ്ട് പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴുത്ത് അളിഞ്ഞ് ശരീരത്തിന്റെ മേളിലോട്ട് ശരീരം പഴുത്തളിഞ്ഞ് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അര മുതൽ താഴോട്ട് പ്ലാസ്റ്റർ 2 കൊല്ലമായിട്ടിട്ട് കട്ടിലെ തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന ഈ മനുഷ്യൻ സൗഖ്യമായെന്ന് പറയുമ്പം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും സാമാന്യ മര്യാദ അനുസരിച്ച് വിശ്വസിക്കാൻ പാടാണ്. പെട്ടെന്ന് തന്നെ അവിടെ, അന്ന് ഞങ്ങളുടെ അവിടെ അമ്മാവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഒരു അംബാസഡർ കാർ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാർ വിളിച്ചു, കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് പണ്ടേ ഭ്രാന്തുള്ള മനുഷ്യനാണ്, ഇപ്പൊ വീണ്ടും വട്ടുമൂത്തതായിരിക്കും, അങ്ങനെ ആർക്കും നടക്കാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല. അല്ല ഡോക്ടർ, എൻ്റെ അത് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡോക്ടർ പ്ലാസ്റ്ററിന്റെ വിരലിന്റെ അഗ്രം മുറിച്ചതിന് ശേഷം അപ്പൊ വിരല് അദ്ദേഹം നോക്കിയപ്പം നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വിരൽ അനക്കാൻ പറഞ്ഞപ്പോൾ വിരൽ അനങ്ങുന്നു. അങ്ങനെ പ്ലാസ്റ്റർ പിറ്റേ ദിവസം എടുത്തു. ഇത് ഒരു വെള്ളിയാഴ്ച ദിവസം ഇത് നടന്നു. ശനിയാഴ്ച ദിവസം ഈ പ്ലാസ്റ്റർ എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെയും അതേ കാലിലാണ് എൻ്റെ പിതാവ് ജീവിക്കുന്നത്. ഇത് ഞങ്ങളുടെ ദേശമെല്ലാം അറിയുന്ന ഒരു വലിയ അത്ഭുതമാണ്. അപ്പൊ അദ്ദേഹത്തോട് കൂടെ മദ്യപിക്കുന്നവർ, അദ്ദേഹത്തോട് കൂടെ തൊഴിലാളികളായിട്ട് നടക്കുന്നവർ, അങ്ങനെ ആ ദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും. അപ്പൊ അന്നത്തെ കാലത്തെല്ലാം കാലൊടിഞ്ഞ എൻ്റെ ഫാദറിന്റെ പേര്, ഒഫീഷ്യൽ നെയിം പാസ്റ്റർ വർഗീസ് ഐസക് എന്നാണ്. പക്ഷെ ചിറ്റാർ ജോണിച്ചാൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പം കാലൊടിഞ്ഞ ജോണിച്ചാൻ എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിടും. അപ്പൊ അങ്ങനെ ഒരു അത്ഭുത സൗഖ്യം ഈ പിതാവിന്റെ ജീവിതത്തിൽ നടക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ അങ്ങനെ ബാല്യകാലം മുതൽ ഞങ്ങളൊരു മിഷണറി കുടുംബമാണ്. ബാല്യകാലം മുതൽ യേശുവിനെ അറിയാൻ. അപ്പൊ എൻ്റെ പിതാവ് ബൈബിൾ കോളേജിലൊന്നും പഠിച്ചതല്ല. ബൈബിള് അന്ന് കത്തോലിക്കരായ ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു ബൈബിൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു പുസ്തകമാണ്, അന്ന് വലിയ പുസ്തകമാണ്. അപ്പൊ അത് ഒരു തണ്ടിന്മേൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വീടിന്റെ കോണിക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ഈ വർഷത്തിൽ ഒരിക്കൽ അച്ഛൻ ഒരു പ്രാവശ്യം വന്ന് വെഞ്ചരിച്ച് ഇതൊന്ന് തുറന്നു വെച്ച് ഒരു ശീലയും മൂടിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത വർഷമാണ് ഇതിന്റെ ശീലയൊന്ന് മാറ്റി വീണ്ടും ആ താളൊന്ന് മറിച്ച് വെക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
അപ്പൊ അങ്ങനെ അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങി. ദൈവം പറയുന്ന ശബ്ദം അനുസരിച്ച് കർത്താവ് പറയുന്ന, അപ്പം വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ആ ദേശത്ത് പ്രാർത്ഥന ആരംഭിച്ചു. ഒരു പെന്തിക്കോസ് പ്രാർത്ഥന ആദ്യമായിട്ട് ഞങ്ങളുടെ ദേശത്ത്, ഒരു വീടുകളിൽ ആരംഭിക്കുന്നത് ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ വീട്ടിലാണ്. അങ്ങനെ ആദ്യമായിട്ട് ചിറ്റാറിന്റെ പ്രദേശത്ത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായി ഒരു പെന്തിക്കോസ് ആരാധന ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ആ ആരാധന ചർച്ച് ഓഫ് ഗോഡിന്റെ ചർച്ച് എന്ന നിലയിലേക്ക് ചിറ്റാർ ടൗൺ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ പൂർണ്ണ സുവിശേഷ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ചർച്ചായിട്ട് ഞങ്ങളുടെ വീട്ടിലാണ് ആരാധന ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ 2 കുടുംബങ്ങളെ ഉള്ളൂ. ഈ ഞങ്ങളോട് സുവിശേഷം പറഞ്ഞ കുഞ്ഞുട്ടിച്ചായന്റെ കുടുംബവും ഞങ്ങളുടെ ഫാമിലിയും. അപ്പൊ എൻ്റെ ഫാദർ കർത്താവിനെ സേവിക്കാനായിട്ട് തീരുമാനിച്ചു. ദൈവ വചനം കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കനുസരിച്ച് അദ്ദേഹം 40 ദിവസം 21 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപവസിക്കുകയും ദേശത്ത് അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിട്ട് സകലവിധ കൃപാവരങ്ങളോടും കൂടെ കർത്താവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. അങ്ങനെ ആ ദേശത്ത് അദ്ദേഹത്തോട് കൂടെ മദ്യപാനികളും മറ്റൊരു ദുർമാർഗത്തിൽ നടക്കുന്നവരുമായിട്ടുള്ള അനേക കുടുംബങ്ങളെ ആ ദേശത്ത്, ചിറ്റാറിന്റെ പ്രദേശത്ത് നിന്ന് രക്ഷിക്കപ്പെടാൻ, അവര് കർത്താവിലേക്ക് അടുത്തു വരാനായിട്ട് എൻ്റെ പിതാവിൻ്റെ ഈ ഒരു മാനസാന്തരം ആ ദേശത്ത് കാരണമായി തീർന്നു. ചിറ്റാർ ജോണിച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ഒരു പ്രവാചക ശുശ്രൂഷയും, തുടർന്ന് അദ്ദേഹം അനേക സഭകളിൽ സഭാചാർജ് IPCയുടെയും ചർച്ച് ഓഫ് ഗോഡിന്റെ ഒക്കെ ചർച്ചുകളിൽ ശുശ്രൂഷകനായിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ബാല്യകാലം എന്ന് പറയുന്നത് കർത്താവിനെ അറിഞ്ഞ് ഞങ്ങളെല്ലാം നന്നായിട്ട് സൺഡേ സ്കൂൾ പഠിക്കുകയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ എൻ്റെ മാതാവ് വളരെ സ്ട്രിക്റ്റ് ആണ്. എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അത്താഴം കഴിക്കാൻ കൊണ്ടു തരത്തുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നു കഴിഞ്ഞാൽ അന്ന് അത്താഴം മുടങ്ങുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ഒരു വലിയ ചിന്ത, ഈ കർത്താവിനെ സേവിക്കാനായിട്ട് ഇറങ്ങി കർത്താവെല്ലാം സൗജന്യമായിട്ട് തരും, ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്നും ശൂന്യതകളാണ്. ഒരു നേരത്തെ നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ല, ഒരു നല്ല വസ്ത്രം ധരിക്കാനില്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു 50 പൈസ ചോദിച്ചു കഴിഞ്ഞാൽ 50 പൈസയൊക്കെ മതിയെന്ന്, 50 പൈസ ചോദിച്ചാൽ തരാനില്ല. എല്ലാ പിള്ളേരും സ്കൂളിൽ പോകാനായിട്ട് ബസ്സിന് പോകുമ്പം 10 പൈസയേ ഉള്ളൂ അന്ന് സ്കൂളിൽ പോകാനായിട്ട്. ഞങ്ങൾക്ക് ചിറ്റാറിൽ നിന്ന് കൂത്താട്ടുകുളം വരെ സ്കൂളിൽ അന്ന് ഒരു ബസ്സൊക്കെ ഉള്ളൂ, എങ്കിൽ 10 പൈസ മതി. അപ്പൊ അത് 10 പൈസയുടെ ബസ്സിന് പോവുക എന്ന് പറയുന്നത് ഒരു മാസത്തിലൊന്നോ, അപ്പൊ അന്നൊക്കെ വലിയ കാര്യമാണ്. ഒരു മാസം, ഇന്ന് ഞാൻ സ്കൂളിൽ ബസ്സിലാണ് വന്നത് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഈ 10 പൈസ എടുക്കാനില്ല. എൻ്റെ പിതാവ് ഈ 365 ദിവസത്തിൽ 364 ദിവസവും ഇദ്ദേഹം അങ്ങ് ഉപവാസമായി. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ ഭക്ഷണം വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മാനസികമായിട്ട് എന്നെ അലട്ടാനായിട്ട് തുടങ്ങി. തന്നെയല്ല, മറ്റുള്ളവരോട് പറയുമ്പോൾ പെന്തിക്കോസുകാരെന്ന് പറയുന്നത് ഒരു വളരെ അവജ്ഞയോടാണ് അന്ന് നോക്കുന്നത്. ഒരു പെന്തിക്കോസുകാരന്റെ മകനാണ് എന്ന് പറയുന്നത് ഇന്ന് ഒരു അഭിമാനമാണെങ്കിലും അന്ന് ഒരു അവലക്ഷണം പോലെയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം കളിയാക്കും, പെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം. അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ കൂട്ടുകാരൊക്കെ കളിയാക്കും. വളരെ ഒരു മോശമായ സംഗതിയാണ് യേശുവിനെ അറിയുന്നത്, ഇല്ലെങ്കിൽ ഒരു പെന്തിക്കോസുകാരനായിട്ട് ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി അന്ന് മുതൽ എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് ഞങ്ങളുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത്, ആരെങ്കിലും ദൈവദാസന്മാര് വീട്ടിൽ വരുമ്പം അന്നൊരു ഭക്ഷണം ലഭിക്കും. അപ്പൊ ഞാനും എൻ്റെ പെങ്ങളും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കും ചില സമയത്ത്, കർത്താവേ ഇന്നൊരു ദൈവദാസനെ അയക്കണേ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദാസൻ വരുന്നതിലുള്ള സന്തോഷം കൊണ്ടല്ല, അപ്പൊ ദൈവദാസൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഭക്ഷണം കിട്ടുമല്ലോ. അപ്പൊ അന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും
തികച്ചു കൊടുക്കാനായിട്ടില്ല. അപ്പൊ എൻ്റെ മമ്മി, ഞാൻ ഇത്തിരി മിടുക്കനായതുകൊണ്ട് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കുകയോ ഇല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്നെ കാണാതെ എവിടെങ്കിലും വെച്ചിരിക്കുന്ന അരിയും ഒരു മുട്ടയും ഒക്കെ കാണും. അതെടുത്തോണ്ട് വന്ന് ഇച്ചിരി ഉള്ളിയൊക്കെ ഇട്ട് പൊരിച്ച്, അപ്പൊ ഒരു മുട്ട മൊത്തം പൊരിച്ചത് പാസ്റ്റർക്ക് കൊടുക്കാനില്ല, അതിങ്ങനെ മുറിച്ച് മുറിച്ചാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പൊ ഒരു മുട്ട പൊരിച്ച് മുറിച്ച്, അപ്പൊ അന്നത്തെ ദൈവദാസന്മാരും ഇന്നത്തെ ആൾക്കാരെ പോലെ മൊത്തം വാരി കഴിച്ചേച്ച് പോകുന്നവരല്ല. അപ്പൊ അവർക്ക് ഒരു പ്ലേറ്റിനകത്ത് ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു മുറി മുട്ടയും ബാക്കിയുള്ളവർക്ക് ഇല്ലെന്നുള്ളതൊക്കെ മനസ്സിലാക്കി മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. അപ്പൊ ഈ മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിന്റെ ശേഷിക്കുന്ന മുറിയും ശേഷിക്കുന്ന ഭക്ഷണവും അന്ന് നമുക്ക് കഴിക്കാമല്ലോ. അതാണ് നമ്മൾ ഈ ദൈവദാസന്മാർ വരാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അന്ന് ദൈവദാസന്മാർ വരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഇതുപോലെ കഷ്ടതകളാണ് അന്ന്. അപ്പം ദൈവത്തിന്റെ വേല ഒരു വലിയ കഷ്ടതയാണ്, യേശുവിനെ സ്നേഹിക്കുന്നത് കഷ്ടമാണ് എന്നൊക്കെയുള്ള ഒരു വിചാരം മനസ്സിനകത്ത് ഇങ്ങനെ തളം കെട്ടിയത്. അന്ന് പിന്നെ കുറച്ചുകൂടെ അറിവായി കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വിചാരമുള്ള, എങ്ങനെങ്കിലും പഠിക്കാനെ കൊണ്ട് സാമാന്യ മര്യാദ അനുസരിച്ച് ഞങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുന്നവരായിരുന്നു. പക്ഷേ പഠിപ്പിക്കാനായിട്ട് നിവർത്തിയില്ല. 50 പൈസ അന്ന് സ്റ്റാമ്പിന് വർഷത്തിൽ കൊടുക്കണം. ആ സ്റ്റാമ്പിന്റെ പൈസ കൊടുക്കുന്നതിൽ ഏറ്റവും താമസിക്കുന്ന വിദ്യാർത്ഥി ഞാനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പഠിച്ച് എങ്ങനെയും ഒരു ജോലി വാങ്ങിച്ച്, ഈ ഉപദേശിമാരെല്ലാം വളരെ പട്ടിണി കിടക്കുന്നവരാണ്. അപ്പൊ അന്ന് ഈ ഉപദേശിമാർക്ക് എന്തെങ്കിലും വയറ് നിറച്ചൊരു ഭക്ഷണവേലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ അന്നത്തെ ചിന്താഗതി. അപ്പൊ അങ്ങനെ ഈ ബാല്യകാലം മുതൽ ഈ സുവിശേഷ വേലയുടെ കഷ്ടപ്പാടുകൾ കണ്ട് കണ്ട് സുവിശേഷ വേലയോട് ഒരു മനസ്സില്ലാത്ത അവസ്ഥയിലാണ് അന്നത്തെ പല ജീവിതം. അതിനിടയ്ക്ക് എൻ്റെ പെങ്ങളുടെ വിവാഹം, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പിന്നീട് ഞാനും എൻ്റെ അനുജനും മാത്രമാണ്. എൻ്റെ അനുജൻ എന്നെക്കായില് 5 വയസ്സിന് ഇളയതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഭവനത്തില്. എൻ്റെ മാതാവ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ പിതാവ് പലപ്പോഴും ശുശ്രൂഷകൾക്ക് പോയിട്ട് ദിവസങ്ങൾ, അന്ന് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ദേശത്ത് വരെ നടന്നു പോകണം. അപ്പൊ നടന്നൊക്കെ പോയിട്ട് ചിലപ്പോൾ ഒത്തിരി ദിവസങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ ഈ ഇദ്ദേഹം വരുന്നിടം വരെ എൻ്റെ മാതാവ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യയായിരുന്നു എൻ്റെ മാതാവ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന പ്രീസ് അമ്മമാരെവിടെ ഉണ്ടോ അവരുടെ തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. എൻ്റെ അമ്മയുടെ ദീർഘനാളത്തെ കണ്ണുനീരാണ് ഞങ്ങളെയൊക്കെ സുവിശേഷകരാക്കി മാറ്റിയത്. ഇപ്പോൾ എൻ്റെ മാതാവ് ജീവനോടെ ഇല്ല. ആയിരത്തി 1997 എൻ്റെ മാതാവ് കലിക ലോകത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിനോട് ചേർന്നു. വളരെ സുഖകരമായ ഒരു മരണം. പുള്ളിക്കാരി മരിക്കാൻ നേരവും ഞാൻ നീണ്ടു നിവർന്ന് കട്ടിലേക്ക് കയറി കിടന്ന് ഞാൻ പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണമാണ്. ഞാൻ എൻ്റെ മാതാവിനെ വടക്കേ ഇന്ത്യയിലായിരുന്നു. ഞാൻ 3-ാമത്തെ ദിവസം ഇവിടുന്ന് അവിടെ ചെന്ന് അവരുടെ മൃതശരീരം മാത്രമാണ് കാണാനായിട്ട് എനിക്ക് ഇടയായത്. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങളെയൊക്കെ കർത്താവിൽ വലിയവരാക്കിയത്. ഞാൻ 10ാം ക്ലാസ്സിലെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് സ്നാനപ്പെടുന്നത്. 1988 ജനുവരി മാസം 3-ാം തീയതിയാണ് എൻ്റെ സ്നാനം നടക്കുന്നത്. ഞാൻ സ്നാനപ്പെട്ട്, എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷനായിരുന്നുകൊണ്ട് ഞാൻ അന്നൊരു മാനസാന്തരപ്പെട്ടിട്ടല്ല അന്ന് സ്നാനപ്പെടുന്നത്. പക്ഷേ ഒരു സുവിശേഷകന്റെ മകൻ അങ്ങനെ സ്നാനപ്പെടാതൊക്കെ നടക്കുന്നത് വലിയ നാണക്കേടാണ് അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾക്ക്
ഞങ്ങളുടെ വീട്ടിൽ ആരംഭിച്ച ഈ സഭ പിന്നീട് അവിടെ വർദ്ധിച്ചു വരുന്ന സമയത്ത് അവിടെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അന്ന് പെന്തിക്കോസുകാരുടെ ഹോള് വെക്കാനായിട്ട് ആരും സ്ഥലം കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെ റോഡ് മുതൽ ഞങ്ങളുടെ വീട് വരെ അളക്കുമ്പോൾ ഒരു 8.5 സെന്റ് സ്ഥലം ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊന്ന് ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ അവിടെ വരെ അളന്ന് ഒരു 8.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് ചർച്ച് വെക്കാനായിട്ട് എൻ്റെ ഫാദർ കൊടുത്തു. അവിടെയാണ് ഇന്ന് ആ ഹോള് സ്ഥിതി ചെയ്യുന്നത്. ചിറ്റാർ ചർച്ച് ഓഫ് ഗോഡിന്റെ ഹോള് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്ന് എൻ്റെ ഫാദർ കൊടുത്ത സ്ഥലമാണ്. അപ്പൊ അങ്ങനെ അവിടെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ഹോള് പണിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നീട് അല്പമായിട്ടുണ്ടായിരുന്ന വസ്തുവും ഭവനവും ഒക്കെ ഞങ്ങൾ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. വിവിധ സ്ഥാനങ്ങളിൽ എൻ്റെ ഫാദർ ശുശ്രൂഷകനായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാനപ്പെട്ടു. സ്നാനപ്പെടുന്ന സമയത്ത് എൻ്റെ പിതാവ് എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു. അപ്പൊ അന്ന് ഈ കവറുള്ള ഗോൾഡൻ ഗിൽറ്റുള്ള ബൈബിൾ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. അപ്പൊ അതും കൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അപ്പൊ അങ്ങനെ എൻ്റെ ഫാദർ അന്ന് ഈ ബൈബിൾ വാങ്ങിച്ച് എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി നിങ്ങൾക്ക് തരാനായിട്ടൊന്നുമില്ല. ഈ ബൈബിൾ ഞാൻ നിനക്ക് തരികയാണ്, ഇതുകൊണ്ട് നീ ജീവിച്ചോണം. അപ്പൊ അന്ന് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോൾ ഗോൾഡ് ഗിൽറ്റ് ഒക്കെ ഉള്ള ചെയിനൊക്കെ ഉള്ള ഒരു ബൈബിളാണ്. അപ്പൊ ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ 11th സ്റ്റാൻഡേർഡിൽ, അതായത് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പൊ ഒത്തിരി ലോകമായ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് ഈ സുവിശേഷ വേലയോട് അങ്ങനെ മാനസികമായിട്ടൊരു താല്പര്യമില്ല. എങ്കിലും വചനം അറിയാൻ ബാല്യം മുതൽ വചനമൊക്കെ പഠിക്കുകയും സൺഡേ സ്കൂളിന് ഫസ്റ്റ്, എവിടെ പോയി പാട്ട് പാടിയാൽ ഫസ്റ്റ്, എവിടെ പോയി സൺഡേ സ്കൂളിൽ പരീക്ഷ എഴുതിയാൽ ഫസ്റ്റ്, ഈ ഫസ്റ്റൊക്കെ മേടിക്കുന്നതെന്നല്ലാതെ ആന്തരികമായ ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പാട് മാത്രമാണല്ലോ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തിന്നാനില്ല, കുടിക്കാനില്ല, കിടക്കാനില്ല, ഉടുക്കാനില്ല, അങ്ങനെ എല്ലാം കഷ്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് എൻ്റെ മൂക്ക് രണ്ടും അടഞ്ഞു. മൂക്കിനകത്തൂടെ ശ്വാസം വിടാനായിട്ട് പ്രശ്നമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂക്കിനകത്തൂടെ പഴുപ്പും ചോരയും ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. വീട്ടിൽ ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ആകെയുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക. ഇത്ര ഒരു മറുപടി മാത്രമേ ഉള്ളൂ. ഒരു ഉടുപ്പ് വേണം, പ്രാർത്ഥിക്കുക. ചെരുപ്പ് വേണം, പ്രാർത്ഥിക്കുക. പുസ്തകം വേണം, പ്രാർത്ഥിക്കുക. സ്കൂളിൽ പോകണം, പ്രാർത്ഥിക്കുക. സ്കൂളിൽ പോകാൻ വണ്ടിക്കൂലി വേണം, പ്രാർത്ഥിക്കുക. അപ്പൊ ഈ എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കും. എൻ്റെ ഫാദറും മദറും മരുന്ന് കഴിക്കത്തില്ല. മരുന്ന് കഴിക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല. അതുപോലെ എന്ത് രോഗം വന്നാലും അവർ രണ്ടുപേരും ആശുപത്രിയിൽ പോകത്തില്ല. ഞങ്ങളും ആശുപത്രി പോകത്തില്ല. പിന്നെ എന്തെങ്കിലും വെട്ടിച്ചൊക്കെ ആശുപത്രി പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് ഈ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ഉള്ളത് കൊണ്ട് ഈ 1 രൂപയുടെ ചീട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി ഇഞ്ചക്ഷനോ മരുന്നോ ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെ അവരോടൊക്കെ അറിയിക്കാതെ ഈ 1 രൂപയുടെ ചീട്ട് എവിടുന്നേലും 1 രൂപയൊക്കെ ആരോടെങ്കിലും ചുമടി ഉമ്മിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ അന്ന് കവുങ്ങേ കയറിയൊക്കെ 1 രൂപയൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആശുപത്രി പോവാം. അങ്ങനെ ഈ മൂക്കിനകത്തൂടെ പഴുപ്പും ചോരയും എടുക്കാൻ തുടങ്ങി. മൂക്കിനകത്തൂടെ ശ്വാസം വിടാൻ വയ്യാതായി. അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പറയുകയില്ല, സഹിക്കുക. അപ്പൊ ഭയങ്കരമായ തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ തലവേദന. അപ്പൊ ഇതൊന്നും വീട്ടിൽ പറഞ്ഞിട്ട് ഇതിനുകൊണ്ട് പ്രത്യേകിച്ച് പരിഹാര മാർഗങ്ങളൊന്നുമില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 കണ്ണും കാണത്തില്ല. അപ്പൊ കണ്ണ് കാണത്തില്ല, കണ്ണ് കാണാതെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം വെളിയിൽ അന്ന് പോകുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുറസായ സ്ഥലങ്ങളിലാണ് രാവിലെ പ്രഭാത കർമ്മങ്ങൾക്കൊക്കെ പോകുന്നത്. എൻ്റെ ഫാദർ അന്ന് റാന്നിയിലെ കരികുളം എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ചാർജിലാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ രാവിലെ കോളേജിൽ പോകാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ അഭ്യാസമായിരിക്കുമെന്നാണ് അവരന്നേരം രാവിലെ വിചാരിക്കുന്നത്. പക്ഷേ രാവിലെ നേരം വെളുത്ത് 11 മണി ആയിട്ടും തപ്പിത്തടഞ്ഞ് നടക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഞാൻ പറഞ്ഞത് കള്ളമല്ല, എന്തോ സംഗതിയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. റാന്നി കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഒരു ആശുപത്രിയുണ്ട്. അവിടെ ചെന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു കണ്ണാടി വാങ്ങിച്ചു. ആ കണ്ണാടി ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കണ്ണ് കാണാതായി. അവിടെ കടന്നു ചെന്നതിന് ശേഷം
ആരെയൊക്കെയോ നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ആശുപത്രി, ഒരു ക്ലിനിക്കിൽ ചെന്നു. അപ്പൊ അവര് മൂക്കിനകത്തൂടെ ദശ കിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് മൂക്കിനകത്തുനിന്ന് ദശയൊക്കെ കട്ട് ചെയ്യുകയും മൂക്കിനകത്ത് കുറച്ച് തിരി കയറ്റുകയൊക്കെ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ആ, അങ്ങനെ അത് സൗഖ്യമില്ലാതായി. അപ്പൊ അന്ന് പിന്നെ എക്സ്റേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാന്നിയില് മേനാന്തോട്ടം ആശുപത്രിയിലാണ് എക്സ്റേ ഉള്ളത്. അന്ന് 30 രൂപയാ ഒരു എക്സ്റേ എടുക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു എക്സ്റേ എടുത്തു. അത് തിരിച്ചു വാങ്ങിക്കാനായിട്ട് 30 രൂപയില്ല. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചു വാങ്ങിക്കും. ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണ്. അങ്ങനെ ഈ ഡോക്ടർ എന്നെ ഒരു ഇഞ്ചക്ഷൻ തന്ന് മയക്കിയിട്ടതിന് ശേഷം അവർ പറയുന്നത് ഞാൻ കേട്ടു, അക്യൂട്ട് ബ്രെയിൻ പോളിപ്പ് ബാധിച്ച ഈ പയ്യൻ ഇനി അധികം നാള് ജീവിക്കത്തില്ല. അപ്പൊ കണ്ണിന് കാഴ്ചയില്ല, കണ്ണാടിയൊക്കെ വെച്ചിട്ടും പ്രത്യേകിച്ച് അതിന് ലാഭമൊന്നുമില്ല. മൂക്കിനകത്തൂടെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, മൂക്കിനകത്തൂടെ ഇങ്ങനെ പഴുപ്പും ചോരയും ഒലിക്കുകയാണ്. രണ്ട് മൂക്കിന്റെ തലയുടെ പിൻഭാഗത്തൊരു ചെറിയ മുഴയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ അതൊന്ന് തപ്പി നോക്കിയിട്ട് ആ മോനെ പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രം പറയും. അപ്പൊ പിതാവിനോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിയില്ല. അദ്ദേഹത്തിന് ഒറ്റ ഒരു ഈങ്കിലാവ് സിന്ദാബാദ് എന്ന് പറയുന്ന പോലെ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. ആ പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരായതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു മൊഷടൻ, എല്ലാത്തിനും ഒരു യഗനസ്റ്റുകാരനായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളത് പറയാതിരിക്കുകയാണ് സാഹചര്യം. അങ്ങനെ ഇത് വരുന്നതൊക്കെ അനുഭവിക്കുക. അപ്പൊ ഈ അക്യൂട്ട് ബ്രെയിൻ പോളിപ്പ് എല്ലാം മനസ്സിലായി, പക്ഷെ ഈ ബ്രെയിൻ പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അന്ന് ഞങ്ങളുടെ ദേശത്ത് ഡിക്ഷണറി ഉള്ള വീടുകൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അന്ന് മനക്കൽ MK തോമസ് എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. അവര് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ വളരെ സ്നേഹിക്കുന്ന കുടുംബമാണ്. ഞാൻ അവിടെ ചെന്ന് അവരുടെ വീട്ടില് ഓക്സ്ഫോർഡിന്റെ ഒരു ഡിക്ഷണറി ഉണ്ട്. അപ്പൊ ഡിക്ഷണറി ഒക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒന്ന് തരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ വളരെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവിടുത്തെ ചില്ലറ പണികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നോട് വലിയ സ്നേഹമാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അവിടെ ജോമൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇന്ന് USA-ലാണ്. അപ്പൊ ജോമൻ ചാ എനിക്ക് ഡിക്ഷണറി ഒന്ന് വേണം, ഇങ്ങനെ ഒരു വാക്ക് നോക്കാനാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഡിക്ഷണറി മേടിച്ചുകൊണ്ട് വന്നു. ഈ വാക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ബ്രെയിൻ ട്യൂമറാണ്. ഈ ട്യൂമർ സൗഖ്യമാകത്തില്ല, മരിച്ചു പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇത് അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഇനിയിപ്പം എന്നാ പിന്നെ നല്ലപോലെ പാവമൊക്കെ ചെയ്തിട്ട് ചാകാം. അപ്പൊ അന്നേരത്തെ ചിന്ത ഏതാണ്? ഏതായാലും ചാകാനാണ്. അത് മൂക്കിനകത്തൂടെ ശ്വാസം എടുക്കാൻ വയ്യ. ഇങ്ങനെ പഠിത്തമൊക്കെ ഒരു വഴിക്കായി. സെക്കൻഡ് ഇയറിലേക്ക് കയറി. ഇങ്ങനെ തീരുമാനിച്ച് ഇങ്ങനെ ജീവിതത്തില് ഒരു പ്രത്യാശയില്ല. അപ്പൊ എൻ്റെ മനസ്സിനകത്ത് എപ്പോഴും പറയും, കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് സൗഖ്യമാക്കുമായിരിക്കും, പക്ഷെ കർത്താവിന് എന്നെ വേണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു തിരമാല പോലെയാണ്. അപ്പൊ രാവിലെ വിചാരിക്കും എന്താ പറയുന്നത്, എല്ലാം നേരെയാക്കി കർത്താവിനോട് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കാൻ ചാകുന്നിടം വരെ. അപ്പൊ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കോളേജിൽ പോകണമല്ലോ. കോളേജിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആള് മാറി. അല്ലെ എന്നാ പിന്നെ ഇനി കുറച്ച് കൂടുതൽ പാവം ചെയ്തിട്ട് ജീവിക്കാം, അല്ലെ ഏതായാലും നാളെ ചാവുമല്ലോ. അപ്പൊ ഇങ്ങനൊരു ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് എസ്തേർ അമ്മ എന്ന് പറഞ്ഞൊരു ദൈവദാസി, അപ്പം ഒരു നല്ല പ്രവാചകിയാണ്. പുനലൂര് ആണ് ആ ദൈവദാസിയുടെ ഒരു അന്നത്തെ ഒരു ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട. അപ്പം വളരെ ദൂരെ നിന്ന് ഇങ്ങനെ നടന്ന് സുവിശേഷ വേലയൊക്കെ ചെയ്ത് ആൾക്കാർക്ക് ട്രാക്റ്റ് ഒക്കെ കൊടുത്ത് വളരെ വീടുകളിൽ കയറി പ്രാർത്ഥിച്ച് അങ്ങനെ അവർ വന്ന് ചില ദിവസങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുകയും ഞങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എവര് വരുന്നത് ദൂരത്തുനിന്ന് കാണുമ്പോഴേ എനിക്ക് ദേഷ്യമാണ്. എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവചനം എന്നോട്, അപ്പൊ നീ ശരിയാകണം, നീ ഗുണമില്ലാത്തവനാണ്, ഇതൊക്കെയാണ് എന്നോട് ഇങ്ങനെ പ്രവചിക്കും. അപ്പൊ അതുകൊണ്ട് ഇവര് ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ എനിക്കൊരു വല്ലാത്ത ഇറിറ്റേഷനാണ്. ഞാൻ ഇതിങ്ങനെ ചിന്തിച്ച് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ദൈവദാസി ഒരു സന്ധ്യയ്ക്ക് ഇങ്ങനെ കടന്നു വരിക. അപ്പൊ അവരെ വഴിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പേ പറഞ്ഞു, ദൈവം എനിക്ക് നിന്നയ്ക്ക് വേണ്ടി എന്നെ അയച്ചതാണ്. നിന്റെ അപ്പനെ വിടുവിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവത്തിന് നിന്നെ വേണ്ടാത്ത അവസ്ഥയിലാണ് നീ പോകുന്നത്. ഇന്ന് മാനസാന്തരപ്പെട്ടാൽ ദൈവം നിന്നെ വിടുവിക്കും. നാളത്തേക്ക് ഒരു ദിവസം മാറ്റിവെച്ചാൽ ഇനി നിന്റെ ജീവിതമില്ല.
ഇത് പറഞ്ഞു കഴിഞ്ഞതും എനിക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ ഇന്നും ഓർമ്മയില്ല. ഒരു വല്ലാത്ത ഭയം എന്നെ ബാധിക്കാൻ തുടങ്ങി. ഭയം ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മനുഷ്യനെയും മൃഗത്തെയും ഒന്നും പേടിയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഭയം അന്നങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ വെളിയിൽ ഇറങ്ങാൻ ഭയമാണ്. ഇതാരോടും എനിക്ക് പറയാനുമില്ല. ഈ ഒരു അവസ്ഥയിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ഈ മാതാവ് പ്രാർത്ഥിച്ചതിന് ശേഷം അവര് കടന്നുപോയി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാത്ത ഒരു മാറ്റം സംഭവിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് വെളിയിറങ്ങാൻ. ആരെങ്കിലും വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ 2 കണ്ണുകളും കാഴ്ച നഷ്ടപ്പെട്ട എൻ്റെ കണ്ണുകൾക്ക് കർത്താവ് കാഴ്ച തിരിച്ചു തന്നു. ഞാൻ എൻ്റെ നാസാരന്ധ്രങ്ങളിലൂടെ ശ്വാസം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ശ്വാസം വിടാം. പ്രൈസ് ദി ലോർഡ്. 2 മൂക്കിൻ്റെ ഹോളുകൾ തുറന്നു. ഞാൻ തലയുടെ പുറവശത്ത് ഇങ്ങനെ കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ എൻ്റെ തലയുടെ പിന്നിലെ മുഴയില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. അപ്പൊ അത് ഏത് സാഹചര്യത്തിലാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിന്ന് കൃത്യമായിട്ട് പറയാനൊക്കത്തില്ല. അതുപോലെ പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിൽ ഈ അക്യൂട്ട് ബ്രെയിൻ ബോൾപ്പ്, ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് മരണം മാത്രമേ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് അകത്തളത്തിൽ വിശ്വാസം തരുന്ന പ്രൈസ് ദി ലോർഡ് ആമേൻ അവസ്ഥയിൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അപ്പോഴും എൻ്റെ കണ്ണിന് പൂർണ്ണമായിട്ടൊരു സൗഖ്യം ലഭിച്ചില്ല. അപ്പൊ എനിക്ക് മൂക്കിനകത്തൂടെ ശ്വാസം എടുക്കാം. ഞാനൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്നിട്ട് പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു. പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫാദറിനോട് ചോദിച്ചു, നിനക്ക് എന്താ താല്പര്യം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഫർദറായിട്ട് ഒരു കമ്പ്യൂട്ടർ കോഴ്സിനോ എന്തെങ്കിലും പോവാം. അപ്പൊ അദ്ദേഹത്തിന് അതിന് വിടാനുള്ള പണമില്ല. അപ്പൊ അന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദർ ഒരു ദർശനം കണ്ടു. ഞാൻ ഒരു പെട്ടിയും പിടിച്ച് മദ്രാസ് വരെ അന്ന് അദ്ദേഹത്തിന് ലോകമുണ്ടെന്ന് അറിയത്തു. മദ്രാസ് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നതായിട്ട് ഒരു ദർശനം അദ്ദേഹം കണ്ടു. അപ്പൊ ട്രെയിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങള് മാവേലിക്കരയാണ് ഞാൻ സ്നാനപ്പെട്ടത്. പീച്ചി മാഷാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അപ്പൊ അന്ന് ഈ മാവേലിക്കരയ്ക്ക് പോകുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ ട്രെയിനെ കയറിയിട്ടില്ല. ആരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്താ പറയുന്നത്, ഇങ്ങനെ കേരളത്തിന് വെളിയിലേക്ക് പോയ ഒരു അനുഭവമില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തതാണ്. കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട് പോകണം. അപ്പൊ എവിടെ പോയി പഠിക്കണം എന്താണ് ഒന്നും അറിയത്തില്ല. അദ്ദേഹം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്തനംതിട്ട ഭാര്യാപുരം യോനാച്ചന്റെ കസിനായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ അവിടെ ചെന്നു. അവിടെ ഒരു ദൈവദാസനെ കണ്ടു പരിചയപ്പെട്ടു. എൻ്റെ മകൻ ഇങ്ങനെ ഒരാളുണ്ട്. അപ്പൊ അവർ പറഞ്ഞു അവർക്കൊരു ബൈബിൾ കോളേജ് ഉണ്ട്, ഭോപ്പാലിലാണ് ബൈബിൾ കോളേജ്. അപ്പൊ എനിക്ക് ഒരു മകനുണ്ട്, അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. അപ്പൊ അവർ പറഞ്ഞു പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അവർ തന്നെ കൊടുത്ത ഒരു 250 രൂപ, ആ രൂപയും കൊണ്ട് വന്ന് ഒരു പെട്ടി മേടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ വരുന്നത്. അന്നത്തെ പെട്ടി എന്ന് പറയുന്നത് ഈ ഫ്ലൈ ഒക്കെ അടിച്ച് റെക്സിനൊക്കെ ഉള്ള ഒരു പെട്ടിയാണ്. അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ അടുത്ത ആഴ്ച പോവാണ്. അപ്പൊ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ഞാൻ അപ്പൊ അവിടെ പാൻ്റാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഉണ്ടായിരുന്ന ഒരു 2 ഒറ്റമുണ്ടുമൊക്കെ മടക്കി വെച്ച് ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഉള്ള കേരള എക്സ്പ്രസ്സിന് ഭോപ്പാലിലേക്ക് യാത്രയാകുകയാണ്. 1991 ജൂൺ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കേരളം വിട്ട് നോർത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ബൈബിൾ കോളേജിന്റെ ഉടമസ്ഥരായിട്ടുള്ള റവറൻഡ് ജോർജ് പി ജോൺ, തൻ്റെ ഭാര്യ ഗ്രേസ്യ മാമ, അവരോടൊപ്പം അവർക്ക് റിസർവേഷൻ ഉണ്ട്. എന്നെ ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ അവർ തന്നെ ടിക്കറ്റ് എടുത്തു തന്നു. അങ്ങനെ കയറി. ഈ അപ്പൻ ഇതിന് ചെലവഴിച്ചതിന്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു 60 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണ്. ഒരു 60 രൂപയുണ്ട്. ഈ 60 രൂപ എൻ്റെ തന്നു.
എന്നിട്ടാണ് പറഞ്ഞു വിടുന്നത്. ആരും യാത്ര അയക്കാൻ വരാനില്ല, യാത്ര ചോദിക്കാനില്ല. അങ്ങനെ എൻ്റെ അമ്മ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് എന്നെ വടക്കേ ഇന്ത്യക്ക് അയച്ചു. ഈ 3 ദിവസത്തെ ട്രെയിനിലെ യാത്ര എന്ന് പറയുന്ന ഒന്ന് മൂത്രമൊഴിക്കാനായിട്ട് ഈ മേളില് നമ്മുടെ ലോക്കൽ ട്രെയിനിന്റെ മേളിലത്തെ ബാരിയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റത്തില്ല. താഴെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആള് കയറിയിരിക്കും. അപ്പൊ അങ്ങനെ മൂത്രം പോലും ഒഴിക്കാനെ കൊണ്ട് നിവർത്തിയില്ലാതെ ഈ 3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വടക്കേ ഇന്ത്യയിൽ അവിടെ എത്തി. ബൈബിൾ കോളേജിലെ പഠനം ആരംഭിച്ചു. ബൈബിൾ കോളേജ് പഠനം ആരംഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിരുന്ന സുവിശേഷ വേലയും ദൈവജനവും, ദൈവം കഴിഞ്ഞാൽ അടുത്ത വിശുദ്ധന്മാരെന്ന് പറയുന്നത് പാസ്റ്റർമാരാണ്. അന്നത്തെ ചിന്ത എൻ്റെ അങ്ങനെയാണ്. അപ്പൊ അതിനെല്ലാം വ്യത്യസ്തമായ രീതികളാണ് ബൈബിൾ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ കാണാനായിട്ട്. ഇപ്പൊ പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഞാൻ ഈ അന്നത്തെ കണ്ണാടി എന്ന് പറയുന്ന വലിയ ഗ്ലാസ്, വലിയ സോഡാ കുപ്പിയുടെ കനമുള്ള ഗ്ലാസ്സാണ്. അപ്പൊ അതെടുത്ത് കണ്ണേ വെച്ചെങ്കിലേ രാവിലെ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം എനിക്ക് ഒട്ടും കണ്ണ് കാണത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും വീണ്ടും കണ്ണാടിയുടെ തിക്നെസ് ഒക്കെ കൂടിയതായിരിക്കും, അപ്പൊ ഒട്ടും എനിക്ക് കണ്ണ് കാണത്തില്ല. അപ്പൊ കണ്ണൊന്ന് തിരുമാവെന്ന് വിചാരിച്ച് ഞാൻ ഈ ഗ്ലാസ് താഴെ വെച്ചതിന് ശേഷം കണ്ണൊന്ന് തിരുമിയപ്പം നോക്കിയപ്പോ കണ്ണാടി ഇല്ലാതെ നോക്കുമ്പോൾ നന്നായിട്ട് കാണും. ഗ്ലാസ് വീണ്ടും വെച്ച് നോക്കി, ഒട്ടും കാണത്തില്ല. പിന്നെ ഞാൻ ഗ്ലാസ് വെക്കാതെ നോക്കി, എനിക്കെല്ലാം ശരിയായിട്ട് കാണാം. ഗ്ലാസ് വെക്കുമ്പോൾ ഒന്നും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവിനെ സൗഖ്യമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അക്യൂട്ട് ബ്രെയിൻ പോളിപ്പ് ബാധിച്ച, മരണത്തോട് മല്ലടിച്ച ഈ ചെറുപ്പക്കാരനെ കർത്താവ് സൗഖ്യമാക്കി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അതിനു മുമ്പ് തന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ അഭിഷേകം പ്രാപിച്ചിരുന്നു. ബൈബിൾ കോളേജിൽ ചെന്ന് സകല കൃപാവരങ്ങളോടും കൂടെ കർത്താവിനെ അഭിഷേകം ചെയ്തു. അവിടുത്തെ ആ കാലഘട്ടത്തില് ജീവിക്കുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പലതും എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണല്ലോ നോർത്ത് ഇന്ത്യയിലുള്ളത്. അപ്പൊ അത് അതിജീവിക്കുക. എന്നും ഭക്ഷണത്തിന് മീനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് മീൻ കിട്ടാതായി. അപ്പൊ ഭക്ഷണം കഴിക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടായി. കേരളത്തിലെ ഭക്ഷണ രീതിയല്ല. അപ്പൊ ഈ രോഗങ്ങളൊക്കെ സൗഖ്യമായപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച കർത്താവ് ഇനിയിപ്പോ രോഗങ്ങളൊന്നും ഇല്ലാതെ കാക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിന് വിപരീതമായിട്ടാണ്. പണ്ട് മലയാളത്തിൽ ഒരു പറച്ചിൽ പറയാൻ എന്താ പറയുക, പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കുത്തിപ്പട എന്ന് പറയുന്നത് പോലെയാണ് പിന്നത്തെ ജീവിതം എന്ന് പറയുന്നത്. ഏത് രോഗം ആ ദേശത്ത് വന്നാലും ആദ്യം പിടിക്കുന്നത് നമ്മളെ. അത് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ വേറെ എടുത്തോട്ട് പോകുന്നു. വളരെ പ്രതികൂലമായ പരിസ്ഥിതി. ഒരു സോപ്പ് വാങ്ങിക്കാനില്ല, ആരും സഹായിക്കാനില്ല. എല്ലാവർക്കും മണി ഓർഡർ വരും, എനിക്ക് മണി ഓർഡർ വരാൻ ആളില്ല. അങ്ങനെ വളരെ വിഷമായിട്ട്. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് നീ എല്ലാം ചെയ്തു തരണം, എനിക്കാരും മറ്റാരുമില്ല. അപ്പൊ ഒരു ദിവസം അവസാനമായിട്ട് ഇനി കുളിക്കാനായിട്ട് സോപ്പില്ല. അപ്പൊ അതിന്റെ സോപ്പിന്റെ മുറിയുടെ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പതപ്പിച്ചാണ് അന്നത്തെ കുളി കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം കർത്താവിനോട് പറയാം, കർത്താവ് എനിക്ക് ഇനി നാളെ കുളിക്കാനും നനയ്ക്കാനും ഒന്നും സോപ്പില്ല. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ്. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ്, അടുത്ത ദിവസത്തെ കുളിക്കാൻ സമയമാകുന്നതിന് മുമ്പ് സോപ്പും കാര്യങ്ങളും ഒക്കെ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചതല്ല, നിന്റെ വേലയ്ക്കുള്ളതല്ല, അതുകൊണ്ട് ഞാൻ നടന്നായാലും അങ്ങ് നാട്ടിൽ പോയി. അപ്പൊ ഈ മാനസികമായിട്ട് വളരെ വിഷമ അവസ്ഥയാണ്. ആരും ആശ്വസിപ്പിക്കാനില്ല, ആരും സഹായിക്കാനില്ല, ഭാഷയില്ല, നന്നായിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷൊക്കെ പറയുന്നത് മനസ്സിലാവും. 12th പ്രീ ഡിഗ്രി പാസ്സായതുകൊണ്ടെങ്കിലും എന്താ പറയുന്നത്, വളരെ മാനസികമായ പ്രയാസങ്ങളാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ആളില്ല, നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു സ്കോൾഡിങ് ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഓഫീസിൽ വിളിപ്പിക്കും,
അതിന് പണിഷ്മെന്റ് വേറെ തരും. അപ്പൊ ഇങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ആയി. പിറ്റേ ദിവസം അന്നത്തെ ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ രജിസ്ട്രാർ എന്ന് പറയുന്ന അദ്ദേഹം അലക്സ് കുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഭോപ്പാലിൽ നിന്ന് പിന്നീട് ഡൽഹിയിലുണ്ടായിരുന്നു. ഇപ്പം USA അദ്ദേഹം കുടുംബമായിട്ട് അവിടെയാണ്. അപ്പൊ ഈ അലക്സ് കുട്ടി പാസ്റ്റർ എന്നെ തോമസ് ഓഫീസിലോട്ട് വരാനായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ ചെന്നു. അപ്പൊ അന്ന് ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്താ പറഞ്ഞാൽ, ഇന്ന് പ്രത്യേകിച്ച് സ്കോൾഡ് ചെയ്യാനായിട്ടുള്ള പണിയൊന്നും നമ്മൾ കാണിച്ചില്ല. പിന്നെ എന്തിനായിരിക്കും ഓഫീസിൽ വിളിച്ച വളരെ ഒരു രണ്ട് മനസ്സോടു കൂടിയാണ് ഓഫീസിൽ ചെല്ലുന്നത്. അപ്പൊ ഓഫീസിൽ ചെന്നപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എടാ നിനക്കൊരു 10 രൂപ ഒരാൾ വന്ന് തന്നേച്ചു പോയി, നിനക്ക് അത് തരാൻ വേണ്ടി വിളിച്ചതാ, എന്നാ 10 രൂപ. അപ്പൊ രാവിലെ ഈ ദൈവത്തോട് വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ സോപ്പ് കിട്ടിയില്ലേ തിരിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, എന്നെ കാണുന്ന എല്ലാ ദൈവജനത്തോടും എനിക്ക് പറയാനുള്ളത്, അന്നത്തെ ആ 10 രൂപ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്നെ നിലനിർത്തിയത് ആ 10 രൂപയാണെന്ന് വേണേൽ പറയാം. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ കാണുന്ന, നമ്മുടെ ചിന്തകൾ പോലും അറിയുന്ന, നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നിന്റെ സകല ചിന്താകുലും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് കർത്താവ് പറയുന്ന ആ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, നമ്മളോട് കൂടെ ഉണ്ട്. ആരാണ് ആ 10 രൂപ വന്ന് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ദൈവദൂതൻ ആ 10 രൂപ ആ സാറിൻ്റെ കൊടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ മാസവും ഒരു 50 രൂപ മണി ഓർഡർ വരും. ഇന്ന് വരെ എനിക്കറിയത്തില്ല ആരാണ് എനിക്ക് ആ മണി ഓർഡർ അയച്ചുകൊണ്ടിരുന്നത്, എവിടെ നിന്നാണ് ആ മണി ഓർഡർ. ഞാൻ പല പ്രാവശ്യം അന്ന് മണി ഓർഡറിന്റെ താഴെ ഒക്കെ അഡ്രസ്സ് എഴുതുന്ന പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഈ അഡ്രസ്സ് ഒന്ന് കളക്ട് ചെയ്ത് ഇത് ഏത് മനുഷ്യനാണ് ഇത് അയക്കുന്നതെന്ന് ഒന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഇന്ന് വരെ എനിക്ക് ആരാണ് എനിക്ക് 50 രൂപ അയച്ചിരുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ അറിയത്തില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്ന എല്ലാ സമയങ്ങളിലും ഓൾമോസ്റ്റ് ഉള്ള മാസങ്ങളിലെല്ലാം എനിക്ക് 50 രൂപ മണി ഓർഡർ വരുമായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ സോപ്പ് വാങ്ങിക്കാനും അതുപോലെ എണ്ണ വാങ്ങിക്കാനും സ്തോത്ര കാഴ്ച ഇടാനും ഒക്കെയുള്ള പൈസയായിട്ട്, അത് കൂടാതെ എല്ലാ ശനിയാഴ്ച ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട്. ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പോകുമ്പോൾ അന്നത്തെ ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഗോസ്പൽ പാക്കറ്റ് ഉണ്ട്. ആ പാക്കറ്റ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 4 ഞങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കും. അപ്പൊ ഞാൻ ഈ അറിയത്തില്ലെങ്കിലും അന്ന് ഭാഷ പഠിക്കാനൊക്കെ ഉള്ള ഒരു ദൈവകൃപ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പം ബോധ് അച്ഛ കിതാബ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 5-8 10 ആർക്കെങ്കിലും ഒക്കെ. അന്ന് ആർക്കും വായിക്കാൻ അറിയാമായിട്ടല്ല ഇത് വാങ്ങിക്കുന്നത്, അന്ന് ഈ പടം കാണാൻ വേണ്ടിയാണ് ആളുകൾ ഇത് വാങ്ങിക്കുന്നത്. അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ അവിടെ ആർക്കും വായിക്കാൻ അറിയത്തില്ല, പക്ഷേ ഈ പടമൊക്കെ കാണാൻ വേണ്ടി അന്ന് ഈ പുസ്തകം ഇങ്ങനെ വാങ്ങിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ സ്തോത്രാഴ്ച ഇടാനും ഒക്കെ ഉള്ള പൈസയാവും. ആദ്യത്തെ വർഷത്തെ എൻ്റെ പഠനത്തിന് ശേഷം 8 മാസത്തെ പഠനം, അത് കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് കോളേജ് അടയ്ക്കും. കോളേജ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മാസത്തെ അവധിയാണ് ചൂടുകാലത്ത്. അപ്പൊ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് ഫീൽഡ് വർക്കിന് പോകാമെന്ന് അവിടെ കോളേജുകാർ പറഞ്ഞു. ഫീൽഡ് വർക്കിന് പോകാം. അപ്പൊ ഈ ഫീൽഡ് വർക്ക് എന്താണെന്നോ മറ്റു കാര്യങ്ങൾ എന്താണെന്നോ അറിയത്തില്ല. ഏതായാലും ഞങ്ങൾ രണ്ടുപേരെ, എൻ്റെ ഒരു ഒറീസക്കാരൻ സ്നേഹിതന് ഞങ്ങൾ രണ്ടുപേരെ ഫീൽഡ് വർക്കിന്, അപ്പൊ വീട്ടിൽ പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് 4 മാസത്തെ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് ഫീൽഡ് വർക്കിന്, അന്ന് മധ്യപ്രദേശാണ്, ഇന്നത്തെ ഛത്തീസ്ഗഡ്, രാജ്നന്ദഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ അയച്ചു. അവിടെ KJ ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. ഭോപ്പാലിൽ TP മാത്യു എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ ആണ് അദ്ദേഹം. ഇപ്പോൾ കർത്തൃ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഫീൽഡ് വർക്കിനായിട്ട് വിട്ടു. അപ്പൊ ഫീൽഡ് വർക്കിനായിട്ട് വിട്ടപ്പോൾ എനിക്കൊരു പ്രത്യാശയുണ്ട്, മലയാളിയല്ലേ, മലയാളി ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാനെങ്കിലും കിട്ടുമായിരിക്കും അവിടെ എന്നൊക്കെ വിചാരിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അവിടെ വന്ന് അദ്ദേഹത്തോടു കൂടെ 3 മാസം താമസിച്ച്, അപ്പൊ ഞാൻ അവിടെ വരുമ്പോൾ ഈ ലാൽബാഗ് എന്ന് പറയുന്ന, രാജനന്ദഗാവിൽ ലാൽബാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ വീട്ടിലോട്ട് കയറണമെങ്കിൽ ഒരു മുട്ടറ്റൻ ചള്ളയാണ്. ഈ ചെളിക്കകത്തുനിന്ന് വേണം ഇങ്ങനെ അവരുടെ വീടിനകത്തോട്ട് കയറാൻ. പന്നികളും എല്ലാം താമസിക്കുന്ന ഒരു സ്വീപ്പർ കോളനിയോട് ചേർന്നാണ് ഇദ്ദേഹം താമസിക്കുന്നത്.
അദ്ദേഹത്തിന് 4 മക്കളാണ്. അവരുടെ കൂട്ടത്തിലെ വളരെ പരിമിതമായ അവസ്ഥകളിൽ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് രാവിലെ 7 മണിയാകുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വൈകിട്ട് 5 മണിയാകുമ്പോഴാണ് എന്താ പറയുന്നത് ഭവനത്തിൽ ചെന്ന് തിരിച്ചു വരേണ്ടത്. അപ്പോൾ അതുവരെ സുവിശേഷ വേല ചെയ്യണം, ട്രാക്ട് കൊടുക്കണം, അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ കൊണ്ടുവന്ന് കൊടുക്കണം. അദ്ദേഹം വളരെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് അവിടെ എല്ലാ ദേശങ്ങളിലും കടന്നു നിന്ന് സുവിശേഷം അറിയിക്കുകയും അദ്ദേഹമാണ് എൻ്റെ ആത്മീയ പിതാവ് അദ്ദേഹമാണെന്ന് കല്ലിപ്രൈസിൽ പറയാൻ സാധിക്കും. അതുപോലെ ഒരു പിതാപുത്ര ബന്ധമാണ് കല്ലി ഞങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം മരണകാലം വരെയും കല്ലി വളരെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച്. അപ്പൊ അങ്ങനെ അന്ന് ഭാഷയൊന്നും അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങി ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെന്ന ഒരു ഉച്ചയ്ക്ക് ഒരു മാൽമരത്തിന്റെ തണലിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കാൻ കുറച്ച് പിള്ളേരൊക്കെ കൂടി. അപ്പൊ എനിക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷിലെ ഒരു പാട്ടുണ്ട്, ഹി ഈസ് ദ സെയിം അൺചേഞ്ചിങ് ജീസസ്. അപ്പൊ അതിന്റെ ഹിന്ദി വേർഷൻ എനിക്ക് നന്നായിട്ട് പാടാനറിയാം. യേശു മസീ നഹി ബദൽത്ത, യേശു മസീ നഹി ബദൽത്ത. അല്ല, ഈ പാട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങി. അപ്പൊ പിള്ളേരെല്ലാം കേട്ടോണ്ട് വന്നു നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നു. അവരവിടുത്തെ ഒരു വലിയ മദ്യപാനിയും അവിടുത്തെ ഒരു നേതാവ് ഒരു സ്ത്രീയാണ്. ഇവര് വന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുണ്ട് വീണ് പിടയ്ക്കാൻ തുടങ്ങിയപ്പം പാസ്റ്ററുടെ മോനായതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി, സംഗതി ഭൂതമാണ്. പക്ഷേ ഭൂതത്തെ ഇറക്കി വിടാൻ കൃപയില്ലല്ലോ. അപ്പം ഭൂതത്തെ ഇറക്കണമെങ്കിൽ ഭൂതശാന്തി വരം വേണം. അതാണ് അന്ന് വരെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും തല്ലുകൊള്ളുമെന്നുള്ളത് ഉറപ്പായി. അപ്പൊ ആളുകളെല്ലാം കൂടി നമ്മൾ ഇവരെ എന്തോ ചെയ്തതാണെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പൊ ഇവരോട് തിരിച്ചു പറയാനുള്ള ഭാഷ അറിയത്തില്ല. എൻ്റെ കൂടെ ഉള്ളത് ഒരു ഒറീസക്കാരൻ പയ്യനാണ്. അവനാകപ്പാടെ വിറച്ച് എപ്പോൾ ഓടിപ്പോവാന്ന് ഉള്ള പരുവത്തിൽ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ധൈര്യമൊക്കെ ഉണ്ട്. 1, 2, 3 പേരൊക്കെ ആണെങ്കിൽ തെള്ളി ഉന്തി ഇട്ടിട്ടൊക്കെ ആയിരുന്നാലും പോവാം. പക്ഷെ ഇത് ആളുകളെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഇനി രക്ഷപ്പെടാനായിട്ട് മാറില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പറയാൻ തുടങ്ങി, നീ പറ. അപ്പൊ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഇടിക്കുന്ന മുട്ടുകളോടെ മലയാളത്തിൽ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഭൂതം പോട്ടെ. ഈ പറഞ്ഞ് മൊത്തം തീർന്നില്ല, അതിനു മുമ്പേ ഇവരുടെ മേലിലുണ്ടായിരുന്ന ഭൂതം പോയി. തല്ല് കിട്ടരുതെന്നുള്ള ആശ്വാസമായി. എങ്കിലും എൻ്റെ അകത്തളത്തിൽ പരിശുദ്ധാത്മ പറയാൻ തുടങ്ങി, നീ തന്നെയല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആദ്യമായിട്ട് ഒരു സുവിശേഷ കാഴ്ചപ്പാടുണ്ടാകുന്നത് അന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. ജോർജ് സാറിനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അന്ന് വൈകിട്ടൊരു പ്രാർത്ഥന വെച്ചു. ആ പ്രാർത്ഥനയിൽ പ്രൈസലോട് കല്യാമൻ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടു. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഹിന്ദി പഠിച്ചു. ആ 3 മാസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനായിട്ട് പഠിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക്, ഞാൻ കണ്ണുകൊണ്ട് കാണിച്ചാലും ആ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഒരു കോളനിയെ മുഴുവൻ സുവിശേഷീകരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അനൂപ് സാഗർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ ബദമാസ് പയ്യനുണ്ടായിരുന്നു. വലിയ ഗുണ്ട പണിയൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ്. അവൻ രക്ഷിക്കപ്പെട്ടു. അവനെയും കൊണ്ടാണ് ഞാൻ തിരിച്ച് ബൈബിൾ കോളേജിൽ 2nd ഇയർ ഞാൻ പഠിക്കാൻ വരുമ്പോൾ അനൂപ് സാഗറിനെയും കൂടെ കൊണ്ടാണ് ഞാൻ തിരിച്ച് ബൈബിൾ കോളേജ് വരുന്നത്. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ സുവിശേഷ വേലയിലെ ആദ്യത്തെ ഒരു എന്താ പറയുന്നത് രക്ഷിക്കപ്പെട്ട മനുഷ്യൻ. ഇന്ന് അദ്ദേഹം വിദിശയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു കുടുംബമായിട്ട്. അന്ന് ദൈവദാസന്മാരെ ഉപദ്രവിക്കാനൊക്കെ ഒരുങ്ങിയിരുന്ന അനൂപ് സാഗർ ഒത്തിരി സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് വലിയ അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ സുവിശേഷ വേലയിൽ രക്ഷിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം ആ കോളനിയെ മുഴുവൻ സുവിശേഷീകരിക്കാൻ പല പ്രാവശ്യം അവിടെ പോകാനും അവിടെ താമസിച്ച് പ്രവർത്തിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇല്ലിറ്ററസി ആൻഡ് പോവേർട്ടി. അപ്പൊ അവിടെ ആ കോളനി എന്ന് പറയുന്നത് പന്നികളെ വളർത്തുക, സ്വീപ്പർ ജോലി ചെയ്യുക, പന്നികളെ പോലെ മനുഷ്യൻ ജീവിക്കുക. അപ്പൻ, അമ്മ, മക്കൾ ബന്ധം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം ജനമുണ്ടെന്ന് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നത് നമുക്കറിയത്തില്ല. അപ്പൊ അന്ന് വരെ നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ സുവിശേഷനായിട്ട് ഞാനാണ് ഏറ്റവും പാവപ്പെട്ടവൻ എന്നാണ് അന്ന് വരെയുള്ള വിചാരം. എന്നാൽ അവിടെ ചെന്ന് നമ്മുടെ ഈ വിചാരങ്ങളെല്ലാം മാറി ദൈവം ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി. അങ്ങനെ അന്ന് ദൈവത്തോട് തീരുമാനിച്ചു, കർത്താവേ, നീ എനിക്കൊരു ആയുസ് തന്നാൽ.
അപ്പൊ ഇത്രയും കാലം അന്ന് ജീവിക്കുമെന്നൊന്നും ആ, അറിയത്തില്ല. ആകപ്പാടെ ഹിസ്കിയ രാജാവിനെ കുറിച്ചാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, ഒരാൾക്ക് മരണത്തിൽ നിന്ന് നീക്കുക കൊടുത്ത 15 കൊല്ലം ജീവിക്കും. അപ്പൊ ഈ 15 കൊല്ലം ജീവിക്കാനൊന്നും ഒരു പ്രാപ്തനായ മനുഷ്യനല്ല. നമ്മൾ അത്രയും നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ഒരു 4-5 കൊല്ലം ജീവിക്കുമായിരിക്കും. അപ്പൊ അത് കഴിയുന്നപ്പോഴത്തേക്ക് ചത്തുപോകണമല്ലോ. അപ്പൊ എന്നാൽ ലഭിച്ച ആയുസ് ഇങ്ങനെ ജീവിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠനം പൂർത്തിയാക്കി. 1994 ഗ്രാജുവേറ്റ് ആയതിനു ശേഷം വീണ്ടും ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ബുസാവൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ചിലെ അവിടുത്തെ പാസ്റ്ററായിട്ട് അവിടുന്ന് ആ കോളേജിൽ നിന്ന് തന്നെ എന്നെ നിയുക്തി ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. 1994 ബുസാവലിൽ, മഹാരാഷ്ട്രയിലെ ജൽഗാവ് ഡിസ്ട്രിക്റ്റിൽ ബുസാവൽ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആകെ 2 വിശ്വാസികളുള്ള ഒരു എന്താ പറയുന്നത് ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് ഇട്ട ഹോളുണ്ട്, മറ്റൊന്നും ഇല്ല, പ്ലാസ്റ്റർ ഒന്നും ചെയ്യാത്ത ഇഷ്ടിക മാത്രം കെട്ടിയ ഒരു, നമുക്കത് മതിയല്ലോ. ഒരു ഒടിഞ്ഞ സൈക്കിളുണ്ട് അവിടെ. അപ്പൊ അത് ഒക്കെ ഞാൻ കുറേശ്ശെ ടൂൾസ് ഒക്കെ വാങ്ങിച്ച് അത് നന്നാക്കി ഇങ്ങനെ അവിടെ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങി. കർത്താവ് ആ ദേശത്ത് ഏത് കോണിൽ ചെന്ന് നിന്ന് പാസ്റ്റർ വർഗീസ് എന്ന് പറഞ്ഞാലും തിരിച്ചറിയത്തക്ക വിധത്തിൽ അത്ഭുതകരമായിട്ട് കർത്താവ് ഹല്ലേനെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്നെ നന്നായിട്ട് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്നു. അങ്ങനെ ഞങ്ങളുടെ കൺവെൻഷനെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്ത് ഹിന്ദിയിലേക്ക് ഏത് ആളുകൾ വന്നാലും കേരളത്തില് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രമുഖരായ ദൈവദാസന്മാർക്ക് വേണ്ടി അക്കാലത്ത് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. അവിടെ ബുസാവലിൽ ഞങ്ങൾ ഏകദേശം 6 കൊല്ലത്തോളം ഞാൻ അവിടെ കർത്താവിനെ സേവിച്ചു. ദൈവത്തിന്റെ പ്രത്യേക നിയുക്തി പ്രകാരം പിന്നെ അവിടെ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് വരികയാണ് ഉണ്ടായത്. അതിന് 94 ഞാൻ അവിടെ ചെന്നു. ഞാൻ ഒറ്റയ്ക്കാണ് സുവിശേഷ വേല അവിടെ തുടങ്ങുന്നത്. പല പ്രായോഗികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും അവിടെ നിന്ന് ഒരു മലയാളി ഫാമിലിയെ ഉള്ളു ആ ചർച്ചിൽ ഉള്ളത്. മറ്റുള്ള മറാഠികളായിരിക്കുന്ന ആൾക്കാർ വരാൻ തുടങ്ങി. ചർച്ച് നിറച്ച ആളായി. അപ്പൊ പിന്നെ തനിയെ സുവിശേഷ വേല ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് കേരളത്തിലേക്ക് ചെന്നു. ഞാൻ എൻ്റെ പിതാവിനോട് ചെന്ന് പറഞ്ഞു, തന്നെ സുവിശേഷ വേല ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, പലവിധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം, അതുകൊണ്ട് എനിക്കൊരു കല്യാണം കഴിക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നാട്ടിൽ ചെന്നു. 10 ദിവസത്തിനകം എൻ്റെ കല്യാണം കഴിഞ്ഞു. 1995 ജൂൺ മാസം 3-ാം തീയതി ഞാൻ കല്യാണം കഴിച്ചു. 3-ാം തീയതി എന്ന് പറയുന്ന ഒരു ശനിയാഴ്ചയാണ്. ഞായറാഴ്ച സഭായോഗം കൂടി 4-ാം തീയതി, 5-ാം തീയതി ഞാനും എൻ്റെ ഭാര്യയായിട്ട്. അപ്പൊ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അന്ന് 18 വയസ്സേ ഉള്ളൂ. സുവിശേഷ വേല എന്താണെന്നറിയത്തില്ല, ദേശം എന്താണെന്നറിയത്തില്ല, ഭാഷ എന്താണെന്നറിയത്തില്ല. അങ്ങനെ പുള്ളിക്കാരിയും കൊണ്ട് ഞാൻ അന്ന് ഡയറക്റ്റ് പോകാനായിട്ട് ട്രെയിനിൽ ബാംഗ്ലൂരിൽ വന്ന് ബാംഗ്ലൂരിൽ ഇറങ്ങി, അവിടുന്ന് പിന്നെ ഇറങ്ങി കയറിയൊക്കെ വേണം അന്ന് ട്രെയിന് യാത്ര. അപ്പൊ അങ്ങനെ 5-ാം തീയതി അവിടുന്ന് യാത്രയായി. 8-ാം തീയതി ഞങ്ങൾ തിരിച്ച് ബുസാവലിലെത്തി. ഒരു കൊച്ചു പാത്രവും എൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയ ഒരു ചെറിയ പെട്ടി, അതാണ് അന്നത്തെ ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം. അതിനകത്ത് ഉള്ള തുണി. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇതിനിടയ്ക്ക് സുവിശേഷ വേലയിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള, അപ്പൊ എനിക്ക് ഭയങ്കര രോഗങ്ങളാണ്. മഞ്ഞപ്പിത്തം, മലേറിയ, ടൈഫോയിഡ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എൻ്റെ വൈഫ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഞാൻ പനിച്ച് വിറച്ച്, മരുന്ന് വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല, ആശുപത്രി പോകാനായിട്ട് പൈസ ഇല്ല, ദിവസങ്ങൾ ഇങ്ങനെ വിറച്ച് കിടക്കും. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ചാരി ഇരുത്തി സ്പൂണിനകത്ത് കഞ്ഞിവെള്ളമൊക്കെ കോരി തന്ന്, അത്രയൊക്കെ പുള്ളിക്കാരിക്ക് അറിയത്തുള്ളൂ. സമ്മന്തി അരയ്ക്കാൻ പോലും അറിയത്തില്ലാതെ പരുവത്തിലാണ് അന്ന് കല്യാണം കഴിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. കർത്താവിന്റെ കൃപയാലെ ആ സന്ദർഭങ്ങളിലെല്ലാം മരണത്തെ മുഖാമുഖമായി കണ്ട് ജീവിക്കുകയാണ്. ആര് സഹായിക്കാനില്ല, ഒരു മനുഷ്യനോട് പറയാനില്ല, നമ്മുടെ സങ്കടം കേൾക്കാൻ ആളില്ല. എങ്കിലും സുവിശേഷ വേലയുടെ തീഷ്ണതയിൽ 100 കണക്കിന് ആളുകളെ കർത്താവിന് വേണ്ടി നേടാൻ, അതായത് ഏത് രോഗികളുടെ മേൽ കൈവച്ചാലും അവർക്ക് സൗഖ്യം വരുന്ന, ഏത് വിധ
രോഗങ്ങളായാലും ദുഃഖങ്ങളായാലും കഷ്ടങ്ങളായാലും ഭൂതബാധയായാലും അങ്ങനെ വീര്യപ്രവർത്തികളാൽ കർത്താവ് പ്രവർത്തിക്കുന്നത്, അല്ലെ പ്രൈസ് ലോർഡ്, മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കൈകൾ കൊണ്ട് അല്ലെ കർത്താവിൽ വിശ്വസിച്ച് ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യമാകുന്നത് കാണാൻ, അത് അല്ലെ പ്രൈസ് മരിച്ചവർ ഉയർക്കുന്നത് വരെയുള്ള അല്ലെ പ്രൈസ് ലോർഡ് കലിയാമേൻ സൗഖ്യങ്ങൾ നടക്കുന്നത് കാണാൻ കർത്താവ് കല്ലെ പ്രൈസ് അത്ഭുതമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ദൈവപ്രവൃത്തി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്ന് എണ്ണാനുള്ള ഒരു തീഷ്ണത അല്ലെ നമ്മുടെ അകത്ത് വരികയാണ്. 1996 എനിക്ക് ഒരു മകള് ജനിച്ചു. 9 മാസത്തോളം ഗർഭിണിയായിരിക്കുന്ന എൻ്റെ ഭാര്യയെ തിരിച്ച് നാട്ടിലേക്ക് വിടാനായിട്ട് അന്ന് മാർഗമില്ല. അപ്പൊ അന്ന് ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വേണം നാട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ. അങ്ങനെ പുള്ളിക്കാരിയെ നാട്ടിൽ വിട്ടു. നാട്ടിൽ വിട്ടിട്ട് അവരോട് പറയും, എന്താ പറയുന്നത്, നീ അവിടെ ചെന്ന് പറയണേ എനിക്ക് അവധി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത്. അപ്പോൾ പുള്ളിക്കാരിയെ ഒരു ട്രെയിനിൽ കയറ്റി മറ്റൊരാളിൻ്റെ കൂട്ടത്തിൽ അല്ലെ അവിടെ വിട്ട് അല്ലെ പ്രൈസിലോ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മറ്റൊരാളിൻ്റെ കൂടെ തിരിച്ച് അല്ലെ പ്രൈസിലോട്ട് അവരെ തിരിച്ചു വരുത്തി. അങ്ങനെ ഈ മോള് അല്ലെ ആദ്യമായിട്ട് അങ്ങനെ ഈ കുഞ്ഞുമായിട്ട്, അപ്പം കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ആഹാരം കൊടുക്കാനായിട്ട് അന്നില്ല. അവിടെ ഭുസാവലിലായതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പഴം കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ പഴം ഇളക്കി ഈ കുഞ്ഞിനെ കഴിപ്പിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ കുഞ്ഞിന്റെ ബാല്യകാലത്തിലെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞിനി ഈ പണിഞ്ഞതിനെ പൊളിച്ചു കാണണം, അതല്ല നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ ചർച്ചൊക്കെ വളർന്ന് എന്തെങ്കിലും ഒരു 100 രൂപ കിട്ടാറായ ഒരു സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ് നീ ഇവിടുന്ന് പോകണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞ് എനിക്കൊരു ട്രാൻസ്ഫർ വേണം, ഞാൻ ഇവിടെ തുടർന്ന് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ അവര് അവിടുന്ന് ഛത്തീസ്ഗഡിൽ ഉള്ള ചെരോദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കി. ഞാൻ ചെരോദയിൽ വന്നു. അപ്പൊ അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും, മീറ്റിങ്ങിനും കൺവെൻഷനുകൾക്കും പ്രൈസില ഇതിന്റെ ചില ചുമതലകളൊക്കെ വഹിക്കാനായിട്ട് കർത്താവ് എനിക്ക് തന്നുകൊണ്ട് പല വില്ലേജുകളിൽ പോകാനും ഒക്കെ കർത്താവ് എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ മഹാരാഷ്ട്രയുള്ളപ്പോൾ തന്നെ സുവിശേഷ വിരോധികൾ ഞങ്ങളെ ആക്രമിക്കുകയും വാറങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ട്രാക്ട് വിതരണത്തിന് ചെല്ലുകയും അവിടെ സുവിശേഷ വിരോധികൾ പിടിച്ചതിന് ശേഷം ഞങ്ങളുടെ ബൈബിളും എല്ലാം കത്തിച്ച് അന്ന് അതിൽ വളരെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ചെരോദയിലെത്തി. അവിടെ വീണ്ടും 2 വിശ്വാസിയുള്ള ഒരു ചർച്ചാണ്. ആ 2 പേരേ ഉള്ളൂ. ആ വന്ന് കിടക്കാൻ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പാമ്പാണ് ചുറ്റും. ഒരു ദിവസം ഒരു 5 പാമ്പിനെ വീതം തല്ലിക്കൊല്ലും, എങ്കിൽ മാത്രമേ അവിടെ കിടക്കാൻ പറ്റൂ. ഞാൻ അന്ന് രാത്രി അവിടെ വന്ന് കിടക്കുമ്പോൾ ആ ദേശത്തിന്റെ ആധിപത്യം ഉള്ള ഒരു സത്വം എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷമായതിനു ശേഷം എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ ഇവിടെ നിന്ന് പോകണം. ഞാൻ അതിനെ കൂടുതൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ എനിക്കിത് ആരാണെന്ന് അറിയത്തില്ല. ഞാൻ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, ശാസിച്ചു. അതിനുശേഷം ഞാൻ ആ ദേശാന്തര ശക്തിയോട് പറഞ്ഞു, എന്നെ ഈ ദേശത്ത് അയച്ചത് ദൈവമാണ്. ദൈവം എന്നെ അയച്ച ആള് പറഞ്ഞെങ്കിലേ ഞാൻ പോകത്തുള്ളൂ, അല്ലാതെ നീ പറഞ്ഞാൽ ഞാൻ പോവുകയില്ല. അപ്പൊ അങ്ങനെ ആ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. ഈ പാമ്പ് ശല്യമാണ്. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ പാമ്പ് കിടക്കാനൊരു സൗകര്യമില്ല ഈ കൊച്ചു കുഞ്ഞുമായിട്ട്. അപ്പൊ ഭുസാവലിലെ ഈ പഴം കഴിച്ചതിന് ശേഷം ഈ കുഞ്ഞിനെ ഒരു പഴം ഇട്ട് ഞെരടി കൊടുത്തെങ്കിൽ മാത്രമേ ഈ കൊച്ചു ഇച്ചിരി ചോറുണ്ടത്തു. അപ്പൊ ഞാൻ രാവിലെ എന്ന് ടേലയിലെ ഒരു പഴത്തിന് വില ചോദിക്കും, 8 രൂപ ഡസൻ. അപ്പൊ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ഭുസാവലിലെ പോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിന് വില കുറയുമായിരിക്കും. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 5 or 4 ഒക്കെ ആകുമായിരിക്കും. എന്നാൽ അന്നേരം പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇത് വില കേട്ടേച്ച് തിരിച്ചു വരും. വൈകിട്ട് ചെല്ലുമ്പം 8 എന്ന് പറഞ്ഞത് വൈകിട്ട് ചെല്ലുമ്പോൾ 10 ആയിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുഞ്ഞിന് കേല വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ കൊച്ച് വിശന്ന് കരഞ്ഞു ഉറങ്ങി. അപ്പൊ ഇതിനോടിടയ്ക്ക് തന്നെ എനിക്ക് ആണെങ്കിൽ ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതകളാണ്. ഈ മലേറിയ ഇങ്ങനെ കൂടെ വരും. അതുപോലെ BP എനിക്ക് ലോ ആണ്. അന്ന് എനിക്കറിയത്തില്ല BP ലോ ആണ്. ഇരിക്കുന്ന ഇരിപ്പ് ഞാനങ്ങ് മയങ്ങി താഴെ വീഴും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും.
അപ്പൊ എനിക്കിങ്ങനെ ഈ മയക്കം വരുമ്പോൾ എൻ്റെ അകത്ത് ആരോ പറയും ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് എൻ്റെ അകത്തുനിന്ന് ഒരു ശബ്ദം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന അവസരമാണെങ്കിൽ ഞാൻ ഒരു നാരങ്ങ വെള്ളം ഇങ്ങനെ ഉപ്പിട്ട് കുടിക്കും. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്ന് ഞാൻ മയങ്ങി താഴെ വീണു. എൻ്റെ ഭാര്യ എല്ലാവരും കൂടെ അലച്ചു. ആരൊക്കെയോ വന്ന് ഞങ്ങളെ എടുത്തു ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രി കൊണ്ടുവന്ന് അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഈ ലോ BP ആണ്. ഈ BP ലോ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കണ്ണു തുറന്ന് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ ആശുപത്രി കിടക്കുകയാണ്. അപ്പൊ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാ ആശുപത്രി കൊണ്ടുവന്നേ? ഇന്ന കാര്യങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കണ്ണ് തുറന്ന് ബോധം വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രി കിടക്കുന്നത് കാണുമ്പം നമ്മുടെ ചിന്തയെന്ന് പറയുന്നത് പിന്നെ ഇനി ഇപ്പൊ ഈ ആശുപത്രിയിൽ നിന്ന് വെളിയിൽ എങ്ങനെ പോകുമെന്നുള്ളതാണ്. അപ്പോൾ കല്ലി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കുഴപ്പമൊന്നുമില്ല, ഡോക്ടറോട് പറഞ്ഞു കല്ലി വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് കല്ലി ജബർദസ്തിയായിട്ട് ഇല്ലെങ്കിൽ അവരെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പണി? എഴുന്നേറ്റ് നിൽക്കരുത്, വണ്ടി ഓടിക്കരുത്, എഴുന്നേറ്റ് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കരുത്, ആഹാരം കഴിക്കാതിരിക്കരുത്, ഒരു ദിവസം പോലും ഉപവസിക്കരുത്. കല്ലി ഇതൊക്കെയാണ് ഡോക്ടറുടെ നിർദ്ദേശം. അപ്പോൾ ഞാൻ ഇതൊക്കെ കേട്ടതിന് ശേഷം പറഞ്ഞു, ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാനിങ്ങനെ കർത്തൃവേലക്കാരനാണ്. നിങ്ങൾ ഈ പറയുന്ന നോ ലിസ്റ്റിലെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ നിന്ന് വന്ന് കർത്താവിനോട് പ്രാർത്ഥി, കർത്താവേ ലിപ്രീസ്, എനിക്ക് ഈ രോഗം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇത്രയും കാലം നീ എന്നെ വഴിയിലെങ്ങും അപകടം വരാതെ സൂക്ഷിച്ചു. ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ നീ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു 21 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പെട്ടെന്ന് അന്ന് തന്നെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഉപവാസം എടുത്തു. 11ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ വിറച്ച് താഴ്ന്നു. അപ്പൊ എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എനിക്കറിയാം. അപ്പൊ എനിക്ക് അല്പബോധമകത്തുണ്ട്. ഞാൻ പിശാചിനോട് പറഞ്ഞു, പിശാചേ, ഈ 21 ദിവസത്തെ ഉപവാസം കംപ്ലീറ്റ് ആകാതെ ഞാൻ ആഹാരം കഴിക്കുക എഴുന്നേൽക്കുകയൊന്നുമില്ല. നിനക്ക് എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എനിക്ക് നിനക്കൊരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചെയ്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യും? പൂർത്തീകരിക്കും. അപ്പൊ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുവിശേഷ വേല ഇറങ്ങുമ്പോൾ ബൈബിൾ കോളേജിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഡയറക്റ്റ് ആയിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പൊ എനിക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ബൈബിൾ കോളേജിൽ പഠിച്ച ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ ഒന്നും ഇവിടെ ഫീൽഡിൽ പ്രാക്ടിക്കൽ അല്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് 40 ഡേയ്സ് 21 ഡേയ്സ് 40 ഡേയ്സ് ഇങ്ങനെ ഞാൻ ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെ 21 ദിവസം, ഈ 11ാമത്തെ ദിവസം വിറച്ച് താഴെ വീണ് കുറെ നേരം ഞാൻ ഇങ്ങനെ പ്രാണനറ്റ് കിടന്ന് ഞാൻ ഈ പ്രാണൻ കുറച്ച് സമയങ്ങൾ എത്ര നേരം അവിടെ കിടന്നെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. എന്നാൽ കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് പ്രൈസൽ കണ്ണ് തുറന്നു, എഴുന്നേറ്റു, പോയി മുഖം കഴുകി തിരിച്ചു വരുമ്പോൾ പ്രൈസലോട് സ്തോത്രം, എനിക്ക് യാതൊരു രോഗവുമില്ല. കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് എൻ്റെ എനിക്ക് ഇപ്പോഴും ഇന്നും എൻ്റെ BP അളന്നാൽ ലോയാണ്. പക്ഷെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ ഇന്നേ കാലം വരെ കർത്താവിനെ സാധിച്ചു. 16 പ്രാവശ്യത്തിനധികം മലേറിയ വന്ന എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു പ്രാവശ്യം കൂടെ നിനക്ക് മലേറിയ വന്നാൽ നിന്റെ കിഡ്നി വീക്കാണ്, നിന്റെ കരൾ വീക്കാണ്, നീ എപ്പം മരിച്ചു പോകുമെന്ന് സമയം പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ പ്രൈസലോട് സ്തോത്രം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം പോലും എനിക്ക് മലേറിയ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പ്രൈസ് ആശ്രയം കർത്താവാണെങ്കിൽ പ്രൈസ് തീർച്ചയായിട്ടും ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും എന്ന് പറയുന്നത് വാസ്തവമാണെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കർത്താവ് കൃപയും. 1999 മുതൽ ഞാൻ പ്രൈസ് ഛത്തീസ്ഗഡിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അന്ന് മുതൽ ഇത്രത്തോളം സമയം പ്രൈസ് ഏതാണ്ട് 5 വർഷത്തോളം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഛത്തീസ്ഗഡിൽ കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നിരവധി അനർത്ഥങ്ങൾ. ജൂൺ 15, 2001 എനിക്ക് ഒരു മകൻ ജനിച്ചു. അങ്ങനെ എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, മകൾ നിസി, മോൻ നോബിൾ തോമസ്. ഈ 2001 എൻ്റെ മോൻ ജനിച്ചു. ഒരു നേരത്തെ പാല് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത സമയമാണ്. അങ്ങനെ എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ ഒരു നേരത്തെ പാല് പോലും വാങ്ങിച്ചു കൊടുക്കാറാണ് വളർത്തിയത്. ഇന്ന് ഒരു പാല് കുടിക്കത്തില്ല,
ചായ കുടിക്കത്തില്ല രണ്ടുപേരും. മോന് ഇമ്മ്യൂണിങ് ഡെഫിഷ്യൻസി ആയിട്ട് അവന് ഭയങ്കര പനിയും ഇങ്ങനെ വിറയിലും ഒക്കെ വരും. മുഖമെല്ലാം വല്ലാത്ത വെള്ളപ്പാണ്ട് പോലെ ഇങ്ങനെ പാടായി. അപ്പൊ അവനെ ആശുപത്രി കൊണ്ടുപോകാനോ മറ്റൊന്നിനും ഉള്ള നിവൃത്തിയില്ല. ഞങ്ങളിവിടെ ജോർജ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ദിവദാസനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഞാൻ ഈ മോന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ ഇമ്മ്യൂണിക് ഡെഫിഷ്യൻസി ആണ്, അതിനൊരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഈ വൈറ്റമിൻ കോഴ്സ് പാസ്റ്റർക്ക് എഴുതി തരാം. അപ്പൊ അത് പാസ്റ്റർ ഈ വൈറ്റമിൻ ഉള്ള ടാബ്ലറ്റ് എല്ലാം വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വലിയ സന്തോഷമായി. അദ്ദേഹത്തിന്റെ ക്ലിനിക്കില് 20 രൂപയേ ഉള്ളൂ മരുന്നിന് വില. അദ്ദേഹത്തിന്റെ ക്ലിനിക്കില് ഏത് രോഗമായിട്ട് ചെന്നാലും അദ്ദേഹം ഒരു 3-4 ടാബ്ലറ്റ് 2-3 നേരത്തെ കൊടുക്കും. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയും കൈപുണ്യവും എന്നൊക്കെ പറയാം, അത് ആർക്ക് കൊടുത്താലും അത് ശരിയാവും. അപ്പൊ ഞാൻ ഈ 20 രൂപയുടെ അസംഷനിലാണ് ഇദ്ദേഹത്തോട് ഈ ടാബ്ലറ്റ് എല്ലാം എഴുതി വാങ്ങിച്ചാൽ ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോന്റെ കാര്യം ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ച അന്നേരം എനിക്ക് എൻ്റെ പോക്കറ്റിൽ ഒരു 2 രൂപയുണ്ട്. അപ്പൊ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന ഈ ഗുളികയുടെ വില ചോദിക്കുമ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന ഗുളികയ്ക്ക് 102 രൂപ ഒരു ഗുളികയുടെ വിലയാണ്. ഞാൻ ഈ ഗുളികയുടെ വില കേട്ടതും പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇന്ന് വരെ അറിയത്തില്ല. ഞാൻ ഇത്ര ഒരു ഹതഭാഗ്യനായ പിതാവായി പോയല്ലോ എന്നുള്ള ഒരു ചിന്ത പോലെ എൻ്റെ അകത്ത് വന്ന് ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മ ശക്തി എന്നെ നയിക്കാൻ തുടങ്ങി. ഞാനൊരു ഭ്രാന്തമായ ആവേശത്തിലാണ് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ മോൻ ഇങ്ങനെ ഇവിടെ വെളിയിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, എന്താ പറയുന്നത്, നമ്മുടെ മോന് സൗഖ്യമാകാനുള്ള മരുന്നെല്ലാം ലഭിച്ചിട്ടുണ്ട്, വാ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പെട്ടെന്ന് തന്നെ അപ്പൊ ഈ ഡോക്ടർ കുറിച്ച് തന്ന കുറിപ്പ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ കുറിപ്പെടുത്ത് മകന്റെ ദേഹത്തേക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ മകന് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ, ഈ മകന് വേണ്ടി മറ്റ് ചികിത്സകൾ ചെയ്യാനായിട്ട് എനിക്ക് ആസ്തിയില്ലാത്തത് കൊണ്ട് നീ തന്ന ഈ മകന്റെ ഈ ഡോക്ടർ കുറിച്ച് തന്നതിൽ എന്തെല്ലാം വൈറ്റമിൻ ഈ മകന്റെ ശരീരത്തിന് ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള സകല വൈറ്റമിനും യേശുവിന്റെ നാമത്തിൽ ഈ മകന്റെ മേലിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. ഇന്ന് വരെയും പിന്നീട് ഈ മകൻ ഇങ്ങനെ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ ഇല്ലെങ്കിൽ ഈ കളറെല്ലാം മാറാൻ തുടങ്ങി പിറ്റേ ദിവസം മുതൽ അവന് പ്രാർത്ഥിച്ചു കൊടുക്കുന്ന പച്ചവെള്ളവും ഹല്ലേപ്രീസിലെ ചോർലിക്സും ഹോർലിക്സ് ആയിട്ട് അവന് ആകാൻ തുടങ്ങി. എൻ്റെ മകൻ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ല ആരോഗ്യമുള്ള പൈതലായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ പടവുകളും ഓരോ അത്ഭുതങ്ങളായിരുന്നു. 2012 ഞങ്ങള് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന് ഒരു പുതിയ വേല ആരംഭിച്ചു സ്വതന്ത്രമായിട്ട്. അതുവരെ ഞങ്ങള് ഒരു മിഷനോട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. അന്നത്തെ മിഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ ബുസാവലിലുള്ളപ്പം ഏതെങ്കിലുമൊക്കെ സമയത്ത് ലഭിക്കുന്ന 250 രൂപയാണ് അന്നത്തെ മിഷൻ സപ്പോർട്ട്. 2012 അത് 850 രൂപ വരെയായിട്ട് വർദ്ധിച്ചു. അപ്പൊ അന്ന് 250 രൂപയ്ക്ക് ഒരു സിലിണ്ടർ പോലും കിട്ടാത്ത സമയമാണ്. അങ്ങനെ ഞങ്ങള് 2012 ഞങ്ങളൊരു സ്ഥലത്ത് ചെന്ന് ഒരു വേല ആരംഭിച്ചു. ഒരു ചാരായ ഷാപ്പിന് പുറകിലാണ് ഈ സഹോദരി താമസിക്കുന്ന, ഒരു വിധവയായ സഹോദരി. അവരുടെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചാരായം കുടിച്ചേച്ച് കിടക്കുന്നവരുടെ മണ്ടയ്ക്കൂടെ ചവിട്ടി വേണം ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് പോയി ആരാധിക്കാൻ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദീർഘവർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചാരായ ഷാപ്പ് പൂട്ടിക്കാൻ കർത്താവ് ആ ഷാപ്പ് പൂട്ടി. അങ്ങനെ അത്ഭുതകരമായിട്ട് ആ ദേശത്ത് വേല വർദ്ധിച്ചു. ഞങ്ങൾ അനേക വില്ലേജുകളിലേക്ക് കടന്നു ചെല്ലാൻ സഹായിച്ചു. ഏകദേശം ഛത്തീസ്ഗഡിലെ 270-ലധികം വില്ലേജുകളിൽ സുവിശേഷവുമായിട്ട് പോകുവാൻ, കർത്താവിൻ്റെ സന്ദേശം അവിടെ എത്തിക്കുവാൻ, അവിടെ എല്ലാം വിശ്വാസികളും ഇപ്പോൾ ആരാധിക്കുന്ന ചർച്ചുകളും ഉള്ള സ്ഥലങ്ങളായി അത് മാറാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഈ കൂട്ടായ്മ 2012 തുടങ്ങിയ കൂട്ടായ്മ വർദ്ധിച്ച് ഏകദേശം ഒരു 300-350 പേരിലേക്ക് ഈ കൂട്ടായ്മ വർദ്ധിച്ചു വന്നു. 2022 അപ്പൊ ഇതിനകം തന്നെ അനേക സുവിശേഷ വിരോധികളുടെ പ്രശ്നങ്ങൾ, അനേക ഇടത്ത് കോളറിന് പിടിച്ചു നിർത്തുക, അനേക ഇടങ്ങളില്
കൊന്നുകളയുമെന്നുള്ള ഭീതി പരത്തുക, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അന്നൊന്നും അത്ര വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലമല്ല ഛത്തീസ്ഗഡ്. എന്നാൽ 2020 ഒക്കെ കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സുവിശേഷ വിരോധികളുടെ ഇവിടെയുള്ള അക്രമാസക്തമായ പല സംഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. 2022 നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സുവിശേഷ വിരോധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് കയറുകയും അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 ബൈബിള് പിടിച്ചുകൊണ്ട് പോയി വലിച്ചു കയറി കളയുകയും ഞങ്ങളെ കടന്നു വന്ന് അതിനു മുമ്പ് ഇവര് കയറി വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ദർശനത്തിൽ കാണിച്ചിട്ട് ഞാൻ സഭയിലെ ചർച്ചിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറഞ്ഞു, ഇങ്ങനെ അടുത്ത പ്രാവശ്യം ജ്യോതി ശർമ്മ നമ്മുടെ അവിടെ ആയിരിക്കും വരുന്നത്. ഈ ദർശനം കണ്ടതുകൊണ്ട് അവർ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവരെ പ്രാർത്ഥിക്കുകയും അവര് ഉപദ്രവമൊന്നും ചെയ്യാതെ പെട്ടെന്ന് പോലീസുകാർ വന്നു. പോലീസുകാര് എന്നെ, എൻ്റെ മകനെ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന 4 വിശ്വാസികളെ ഞങ്ങൾ ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വളരെ ക്രൂരമായിട്ട് ഒരു മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിട്ട് ഹറാസ്മെന്റ് ചെയ്തു. ഒരു അപ്പനും മോനും കൂടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസുകാർ വിളിക്കുന്ന ചീത്തയ്ക്ക് ഒരു 7 ആറ്റിൽ പോയി കുളിച്ചാലും നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ എന്താ പറയുന്നത് തീരത്തില്ല. അതുപോലത്തെ തെറിയാണ് അവർ വിളിക്കുന്നത്. അങ്ങനെ രാത്രി 12 മണി ഒക്കെ കഴിഞ്ഞു. എന്തായി തീരുമെന്ന് അറിയത്തില്ല. എൻ്റെ മോൻ ബികോമിന് അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം അവന് പരീക്ഷയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പാസ്റ്ററുടെ മുഖം പാടിയ വിശ്വാസികളുടെ മുഖം പാടും. അപ്പൊ എനിക്ക് യാതൊരു ദുഃഖവും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവരോടെല്ലാവരോടും വളരെ ചിരിച്ച്, ഇവരെല്ലാം ഈ ചീത്ത വിളിക്കുമ്പോഴും ഈ തൊഴിച്ചേച്ച് പോകുമ്പോഴും പോലീസുകാർ അങ്ങോട്ട് പോകുമ്പോൾ തൊഴി, ഇങ്ങോട്ട് പോകുമ്പോൾ തൊഴി, ഈ വളരെ ക്രിമിനലുകളെ പിടിച്ചിങ്ങനെ ഇരുത്തിയിരിക്കുന്നത് പോലെ ഞങ്ങളെ എല്ലാവരെയും നിർത്തി സ്ലേറ്റ് ഒക്കെ കെട്ടി ഫോട്ടോ എല്ലാം എടുത്ത് എന്താ പറയുന്നത്, എന്തോ വലിയ കൊടും ക്രൂരകൃത്യം ചെയ്തതുപോലെയാണ് ഇവർ നമ്മളോട് പെരുമാറുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ ഇവരോട് വളരെ ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇവരുടെ ആരുടെയും മുഖം പാടാതെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കല്ലുപറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഏരിയയിലെ സർക്കിള് പെട്ടെന്ന് ഓടിപ്പാഞ്ഞെത്തി. ഇങ്ങനെ ഇവിടെ 2-3 പേരെ ഇവിടെ പിടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്, അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളെ വിളിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊന്ന് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ഈ ജ്യോതി ശർമ്മ ആൾക്കാരും എല്ലാം ഞങ്ങളെ കൊല്ലണമെന്നായി. അവരവിടെ വളരെ പ്രകോപനപരമായിട്ട് ഒരു കൂട്ടം ആളുകൾ ഈ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് അവര് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ എന്തൊക്കെയോ പറഞ്ഞ് പോലീസുകാരെല്ലാവരും കൂടി അവരെ പിരിച്ചുവിട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ SI ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെ ഉപദ്രവിച്ചോ? ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇവരെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് നിങ്ങളെ അവിടുന്ന് പിടിച്ചോണ്ട് വന്നതിന് ശേഷം ഇതുവരെ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല, നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ അവർ ചെയ്തതിനെല്ലാം വിരോധമായിട്ട് എല്ലാം എഴുതി ഒരു പേപ്പർ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു, 2 ആൾ ജാമ്യത്തിൽ നിങ്ങളെ ഇപ്പൊ തൽക്കാലം വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നേരം വെളുക്കുന്നതിന് മുമ്പ് കർത്താവ് ഞങ്ങളെ റിലീസ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് ഓടി വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നിങ്ങനെ ചോദിച്ചു. പിന്നീട് അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവം ഒരു മനുഷ്യനിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു MLA അവിടുത്തെ IG-യെ വിളിച്ച് എന്നെ വിടാൻ പറഞ്ഞു. ഞാനിപ്പോഴും കർത്താവിന് സ്തോത്രം പറയുന്നു. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ നിന്ന് പൗലോസിനെയും ശീലാസിനെയും മാത്രമല്ല നമ്മളെയും വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട്, എന്നെ കാണുന്ന പ്രേക്ഷകരോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞങ്ങളെ അവിടെ നിന്ന് വിട്ടു. അതിനുശേഷം ആ ദേശത്തെ വേലകൾക്കൊക്കെ വളരെ പരിമിതമായ അവസരങ്ങളാണ്. 2022 ശേഷം വീണ്ടും 2023 ആയപ്പോഴത്തേക്ക്, ദീപാവലിയുടെ സമയം ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിന്നെ അടുത്ത ദീപാവലിയുടെ പടക്കം പൊട്ടിക്കുന്നത് നിന്നെ ആയിരിക്കും. ഞങ്ങൾ ദീപാവലിയുടെ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ മോട്ടോർ സൈക്കിളിൽ രാത്രി സുശേഷ വേലയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വില്ലേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ പടക്കം പൊട്ടിച്ച് കത്തിച്ച് ഞങ്ങളുടെ മടിയിലോട്ട് ഇട്ടു. ആ പടക്കം വന്ന് എൻ്റെ മടി വീണ് പൊട്ടി. പടക്കം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഈ ഗുണ്ടെന്ന് പറയും. ഇവിടെ വലിയ
അത് വീണ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊന്നും ചാകാനായിട്ട് ഒത്തിരി നേരം എടുക്കത്തില്ല. ഇത് വന്ന് വീണ് പൊട്ടി. എങ്ങനെ എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ എങ്ങനെ വീട്ടിലെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവദൂതൻ ഞങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയെന്ന് വേണം പറയാൻ. ആ മോട്ടോർ സൈക്കിൾ വീഴുകയോ ഒന്നും ചെയ്യാതെ. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ നല്ല ഒരു ഉടുപ്പേ ഉള്ളായിരുന്നു. ആ ഉടുപ്പെല്ലാം കത്തി, പാൻറ് കുറച്ച് കത്തി എന്നുള്ളതല്ലാതെ മറ്റ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ കൊല്ലുമെന്ന് പറഞ്ഞു. ഇനി കൊല്ലാനാണോ അവർ തന്നെയാണോ എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. കല്ല് ഞങ്ങൾക്ക് എന്നെ ഒരു കാറ് വന്ന്, ഞങ്ങൾ വൈകുന്നേരം പ്രാർത്ഥനയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കാറ് കൊണ്ടുവന്ന് ഇടിപ്പിച്ചു. എൻ്റെ മോട്ടോർ സൈക്കിൾ പോയി കാറിൻ്റെ ചക്രത്തിനകത്ത് ജാമായിട്ട് ഒരു അട ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അവിടുന്ന് പെട്ടെന്ന് തന്നെ പോലീസ് വണ്ടി വന്നു. പോലീസ് വണ്ടി വന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. BM ഷാ എന്ന് പറയുന്ന ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ ചെന്നു. അപ്പൊ എനിക്ക് ബോധമുണ്ട്, പക്ഷേ എനിക്ക് നാക്കെടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ചെന്നു. എൻ്റെ പെൽവിസ് ബോണ് രണ്ടും പൊട്ടി. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. അവർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എനിക്ക് ബോധമുണ്ട് അകത്ത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, എനിക്കൊരു ഓപ്പറേഷൻ ഇല്ലാതെ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ അവർ വന്നതിന് ശേഷം ഡോക്ടർ രാത്രി ആയതുകൊണ്ട് ഡോക്ടർ വരാനായിട്ട് താമസിച്ച് 2-3-4 മണിക്കൂർ അദ്ദേഹം വരാൻ താമസിച്ചു. അപ്പോൾ ഇവിടെ വന്ന് പറയുകയാണ്, മൂത്രം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കർത്താവിനോട്, അപ്പോൾ എനിക്കിത് കേൾക്കാം. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ്, എനിക്ക് ഒരു ഓപ്പറേഷൻ ഇല്ലാതെ നീ എന്നെ വിടുവിക്കണമേ. ഈ ഡോക്ടർ വരുന്നതിന് മുമ്പ് ഞാൻ മൂത്രം ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരയാണ് മൂത്രം. കംപ്ലീറ്റ് ഒരു ബാഗ് നിറച്ച് ചോരയായിട്ട് മൂത്രം ഒഴിച്ചു. അതിനുശേഷം ഇദ്ദേഹം വന്ന് എല്ലാം നോക്കിയിട്ട് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെയും ചിന്തയായി, അല്ല എന്താ പറയുന്നത്, ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകണ്ടേ. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മകളെ വിളിച്ചു. അവൾ നേഴ്സിംഗിന് അന്ന് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വന്നു, കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടർന്ന് ചികിത്സിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് വേറൊരു ആശുപത്രി പോവാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 1 വർഷം 1.5 വർഷത്തേക്ക് അനങ്ങരുത് ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുകയാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെയും ഒരു ഞായറാഴ്ച പോലും, ഒരു കർത്തൃപകൽക്കാലം പോലും ദൈവത്തെ ആരാധിക്കാതെ, ഇല്ലെങ്കിൽ മുടക്കി, ഇത്രയും രോഗങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൺഡേ പോലും ഞാൻ യാത്ര ചെയ്യാറില്ല. സൺഡേയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോകാറില്ല. സൺഡേയിൽ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസം ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. കർത്താവെ, ഇന്ന് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വിശ്വാസികളിൽ ചിലരെ എല്ലാം വിളിച്ചു തന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എങ്ങനെങ്കിലും എന്നെ എടുത്തായാലും ആരാധന നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്നെ ഒന്ന് എത്തിക്കണം. അപ്പൊ ഇത്രയും ഉപകാരം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവൻ പണയം വെച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അവരെല്ലാവരും സഹോദരന്മാരെല്ലാം കൂടെ രാവിലെ വന്നു. എന്നെ ഒരു തുണിയൊക്കെ ഇട്ട് തുടച്ച് എല്ലാം റെഡിയാക്കി. ഒരു മുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ മുണ്ടൊക്കെ എടുത്ത് ഹോളിനകത്ത് ഒരു കട്ടിലിട്ട് ആ കട്ടിലേക്ക് കിടന്നു. അപ്പൊ എല്ലാവരും ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ആരാധനയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, എന്താ നമുക്ക് ആരാധിക്കാന്ന് പറഞ്ഞ് ഞാനൊരു പാട്ട് പാടാനായിട്ട് തുടങ്ങി. മേരാ ഈശു ഹേ കിത്തന മഹാൻ, ഉസ്കാ ജൈസെ കോയി നഹീ ഹേ. ഈ പാട്ട് ഞാൻ പാടാൻ തുടങ്ങി. പാട്ട് ആരംഭിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഈ പാട്ട് തീരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എല്ലാവരും കൂടെ എന്നെ എടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടത്തിയ ഞാൻ കിടക്കുകയല്ല, ഞാൻ ആ ഹോളിൽ നടന്ന് പാട്ട് പാടുക. അങ്ങനെ കർത്താവ് അത്ഭുതകരമായിട്ട് എൻ്റെ പൊട്ടിപ്പോയ പെൽവിസ് ബോണ് സൗഖ്യമാക്കി. ഞാൻ പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആ കാലുകൊണ്ടാണ് ഇതുവരെയും നടക്കുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മെ കാക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മുടെ രോഗത്തിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യർ നമ്മുടെ പുറമേ ഉള്ളത് നോക്കുമ്പോൾ നമ്മുടെ അകത്തളങ്ങളിലെ എല്ലാ ശൂന്യതകളും നമുക്ക് വേണ്ടി അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ സുവിശേഷ വിരോധികളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ.
ഇവിടെ തുടർന്ന് പ്രാർത്ഥന നടത്താനൊക്കാത്ത സാഹചര്യങ്ങളായി. ഇപ്പോൾ ഞാൻ ഇന്ത്യ പെന്തക്കോസ്തൽ ചർച്ച് ഓഫ് ഗോഡ് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിനോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യ മിനി തോമസ്, എൻ്റെ മകൾ നിസി തോമസ്, അവളെ വിവാഹം കഴിച്ച് മാൽദീവ്സിൽ കർത്താവിൻ്റെ വേലയിൽ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കുടുംബമായിട്ട് അവിടെ ആയിരിക്കുന്നു. എൻ്റെ മകൻ നോബിൾ തോമസ്, അവനെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന സുവിശേഷ വിരോധികളുടെ പ്രശ്നത്തിലുള്ള ചെറിയ കേസുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചില നാളുകളിലേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് സൗദി അറേബ്യയിൽ അവന് ഒരു ചെറിയ ജോലിയുണ്ട്. അതോടൊപ്പം ഈ 2-3-4 വർഷങ്ങളായിട്ട് അവിടെ 2 വർഷമായിട്ട് അവിടെ ആയിരിക്കുന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഈ ദേശത്ത് കർത്താവിന് വേല ചെയ്യുന്നു. വളരെയധികം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ചലഞ്ചുകളും ഞങ്ങൾക്കുണ്ട്. അല്ലെങ്കിലും കർത്താവ് ഇത്രത്തോളം നടത്തുന്നു. കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് വാടകയ്ക്ക് ഒരു ചർച്ചിൻ്റെ ഏരിയയിൽ ഒരു ചർച്ച് എടുത്ത് അവിടെയാണ് ഇപ്പം ഞങ്ങൾ 2 മണിക്കൂറത്തേക്ക് രാവിലെ 8 മുതൽ 10 വരെയുള്ള സമയം കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കുന്നത്. വില്ലേജുകളിലുള്ള ചർച്ചുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന വില്ലേജിൽ ചർച്ച് പണിഞ്ഞിട്ടുണ്ട്, ചർച്ചുണ്ട്. ആ ചർച്ചുകളിലൊന്നും പോയി കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കത്തില്ല. രാവിലെയും വൈകിട്ടും പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അവിടെ ആ ചർച്ചുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഛത്തീസ്ഗഡിലുള്ള എല്ലാ ഹൗസ് ചർച്ചസുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് 90% ചർച്ചസുകളും പൂട്ടിയ നിലയിലാണ്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ഫാദർ ഏകനായിട്ട് 87 വയസ്സുള്ളവനായിട്ട് തന്നെ ഭവനത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു മിഷണറി കുടുംബമായിട്ട് കർത്താവ് ഞങ്ങളെ മാറ്റി. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ സേവിപ്പാൻ, സ്നേഹിക്കാൻ കർത്താവ് തന്ന എല്ലാ കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം ഒന്നിനും കുറവില്ലാത്തവരായി, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞങ്ങൾ ദരിദ്രരെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നവരായി തീരുവാൻ. ദാനിയേലിന്റെ പ്രവചനത്തിൽ ദാനിയേൽ പറയുന്നത് പോലെ, ഈ ലോകത്തിൽ കാണുന്ന പ്രതിഫലങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യം, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഈ പ്രൈസ് നക്ഷത്രങ്ങളെ പോലെ നമ്മളെ പ്രകാശിപ്പിക്കുന്ന ആ നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലം ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, നിനക്ക് ഫേമസ് ആവണം. ഞാൻ പറഞ്ഞു, കർത്താവെ പ്രൈസ് എനിക്ക് ഫേമസ് ആയ കൊള്ളാമെന്നുണ്ട്. കർത്താവ് എൻ്റെ സന്നിധാനത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതമാണ്. വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധാനത്തിൽ ഞാൻ കൃപയോടെ ദൈവസന്നിധാനത്തിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, യോശുവയോടുകൂടെ തണ്ടിന്മേൽ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന 4 പുരോഹിതന്മാർ ഒരു ജനതയെ മുഴുവൻ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പേരുകളില്ലാതെ, അഡ്രസ് ഇല്ലാതെ, യാതൊരുവിധ പിതൃ പാരമ്പര്യങ്ങളും പറയാനില്ലാതെ അവർ കാൽ ചവിട്ടിയപ്പോൾ യോർദാൻ 2ആയി പിളർന്നതുപോലെ നിന്നെ അനേക ജനത്തെ ദൈവവാഗ്ദത്ത നാടുകളിലേക്ക് എത്തിക്കാൻ പേരും അഡ്രസ്സും ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ ജാതികൾക്ക് അപ്പോസ്തലനായി ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ദർശനം, ആ വ്യക്തമായ വെളിപ്പാട് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് പ്രൈസ് അനേകരെ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, രോഗികൾ സൗഖ്യമാകുന്നത് കാണുവാൻ, ഒരു അഡ്വർടൈസ്മെന്റും ഇല്ലാതെ പ്രൈസ് ലോർഡ്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കാലത്ത് കർത്താവ് റീറ്റെയിലായിട്ടായിരുന്നു ചെയ്തതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഹോൾസെയിലായിട്ട് ചെയ്യുന്നത് കാണാൻ പ്രൈസ് ഈ കരം കൊണ്ട് പ്രൈസ് അനേക 100 കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്താൻ, ദൈവത്തിന്റെ പ്രൈസ് രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന അനേക സുവിശേഷകരെ പണിഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഇന്ന് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആയുസിന്റെ നല്ല ഭാഗം, ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ കർത്താവിനെ സേവിക്കാനായിട്ട് വടക്കേ ഇന്ത്യയിൽ കടന്നു വന്നു. 3 പതിറ്റാണ്ടിലധികമായിട്ട് ഈ ദേശത്ത് സ്നേഹിക്കുന്നു. ഇന്ന് വരെയും കർത്താവ് നിലനിർത്തുന്നു. അന്നന്നത്തെ ആഹാരം തരാമെന്ന്, അന്നന്നത്തേക്ക് വേണ്ടുന്നതെല്ലാം തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം
അവന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നതിന് പ്രതിഫലം തന്ന് ഇന്നയോളം വിശ്വസ്ത വേലക്കാരനായിട്ട് എണ്ണി നിർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്നും ഈ വയലിൽ അനേകരെ ആവശ്യമുണ്ട്. വിശ്വസ്ത വേലക്കാരെ അന്വേഷിക്കുന്ന കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ അനേകർ തങ്ങളുടെ യൗവന കാലം കർത്താവിന് വേണ്ടി ചിലവഴിക്കേണ്ടതിന് ഈ വടക്കേ ഇന്ത്യയിലേക്ക് നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, നിങ്ങൾ രോഗത്തിലോ ദുഃഖത്തിലോ കഷ്ടത്തിലോ പ്രയാസത്തിലോ ഏത് പ്രതികൂല പരിസ്ഥിതികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും ലോകം നിങ്ങളെ കൊല്ലുമെന്ന് പറയുമ്പോൾ ജീവൻ തന്നവൻ ജീവൻ തന്ന് സൂക്ഷിപ്പാൻ അല്ലെ വിശ്വസ്തനാണെന്ന് അല്ലെ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെട്ട അല്ലെ അനുഭവ സാക്ഷ്യങ്ങളെ നിങ്ങൾ കേട്ടല്ലോ. ആ അനുഭവം, ആ അനുഗ്രഹം നിങ്ങളുടെ മേലും വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാനിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അരോമ ടി വിയിലൂടെ അടിയന്റെ സാക്ഷ്യം വളരെ ചുരുക്കമായി ദൈവജനത്തിന് മുമ്പിൽ എത്തിക്കുവാൻ കർത്താവ് തന്ന കൃപകൾക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾക്കുകയും തുടർന്ന് ഞങ്ങളെ കേൾക്കുവാനിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും പ്രായോഗികമാക്കി തീർക്കുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ഓരോ ദൈവജനത്തോട് ഇടപെടണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകുവാൻ അത് ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവിക പദ്ധതികൾക്കുള്ളിലേക്ക് ജനം കടന്നു വരുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ദൈവിക പ്രൈസലോട് ആത്മാവിന്റെ വലിയ സാന്നിധ്യം കർത്താവെ ഓരോരുത്തരും അനുഭവിച്ചറിയുവാൻ ആവശ്യമായ ദൈവകൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ, വ്യക്തികൾ ബലപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ ഭൃത്യൻ കർത്താവെ ചെയ്യുന്ന ഈ പ്രേക്ഷിത പ്രവർത്തനം അനേകർക്ക് അനുഗ്രഹത്തിനും, ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ഈ അരോമ ടി വിയിലൂടെ മറ്റുള്ളവരുടെ ചെവിയിലേക്ക് എത്തുന്നത് അങ്ങയുടെ ഭൃത്യനും കുടുംബത്തിനും അവരുടെ പ്രൈസ ദൈവവേലകൾക്കും അനുഗ്രഹമായി തീരണമെന്നും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണം, അത്ഭുതങ്ങൾ ചെയ്യണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ഐശ്വര്യമായി കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പ്രസ്താവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയും ദൈവദാസനോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹം, കടപ്പാടും ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് എത്ര നല്ലവൻ എന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരു കത്തോലിക്ക കുടുംബത്തില് മാതാപിതാക്കന്മാർക്ക് ജനിച്ച് വളർത്തപ്പെട്ടു. ബാല്യകാലത്തില് ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒരുപാട് കഷ്ടപ്പാടുകളുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ഒത്തിരി ഓർമ്മകൾ പങ്കുവച്ചു. എങ്കിലും ആ നാളുകളിലേക്ക് ഒക്കെ തിരിഞ്ഞു നോക്കി ഇന്ന് ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ന് നമുക്ക് തോന്നി അതാണ് നമ്മുടെ ജീവിതം, അതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ അത് കേവലം ഒരു ആരംഭം മാത്രമായിരുന്നു. നമുക്കെല്ലാവർക്കും ദൈവം നല്ല ഒരു അവസാനം, നല്ലൊരു അന്ത്യം ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കുള്ളതായ ആ യാത്രയിൽ ആരംഭത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായി അതിൻ്റെ അവസാനം ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുവാൻ, അതിൻ്റെ മധുരിമ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഭവനത്തിൽ പ്രിയ പിതാവിന് നേരിട്ടതായ ആ ഗുരുതരമായ അപകടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തേതില് ആ വീട് കർത്താവിങ്കിലേക്ക് മാറുവാൻ മുഖാന്തരമായി തീർന്നത്. ഒരുപക്ഷെങ്കിൽ ആ വീട് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീൽഡിലോ ഒക്കെ പ്രിയ ജോണിച്ചായന്റെ മക്കള് ആകുമായിരുന്നു. എന്നാൽ പ്രിയ ജോണിച്ചായനെയും ജോണിച്ചായന്റെ മക്കളെയും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാൻ ആദ്യം തന്നെ പ്രിയ ജോണിച്ചായനെ ദൈവം പിടിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തില് ദൈവം കൊടുത്ത വലിയ വിടുതൽ, അസാധാരണമായ വിടുതൽ, അത് ഒരിക്കലും മറക്കാൻ കഴിയാതെ വണ്ണം ആ ദേശത്ത്, ആ കുടുംബത്തിൽ മാത്രമല്ല ആ ദേശത്തെ ചുറ്റുപാടുകളിലൊക്കെ
വലിയൊരു അത്ഭുത സംഭവമായിട്ട് അത് തീർന്നു എങ്കിൽ ആ സംഭവം അതവിടെ കേവലം ഒരു തുടക്കം മാത്രമായിരുന്നു. ആ തുടർച്ച ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് പ്രിയ തോമസ് വർഗീസ് പാസ്റ്ററിലൂടെ ഇപ്പോൾ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. അവിടെ നിന്ന് തുടർന്ന് ഇങ്ങോട്ട് ഉള്ള ജീവിതയാത്രയിൽ നിരന്തരം കർത്താവിന്റെ സാന്നിധ്യവും സംരക്ഷണയും ദൈവദൂതന്മാരുടെ കാവലും, കർത്താവ് ഏലിയാവിനെ പോറ്റിയതുപോലെ പോറ്റുന്നതായ അത്ഭുതകരമായ ആ സാക്ഷ്യമാണ് കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് എന്ന് കേൾക്കുവാൻ തക്കൊണ്ട് കഴിഞ്ഞു. ദൈവദാസനെ ദൈവം ഇത്രത്തോളം ശക്തമായി ആമേൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് വൈഷമ്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അതിൻ്റെയൊക്കെ മറുവശം ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ സ്നേഹത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ളത്, അത് ഓരോ വാക്കിലും നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. ഏറെ കഷ്ടതകൾ കടന്നുപോയി. സുവിശേഷ വിരോധികളുടെ നിന്ദയും പരിഹാസവും ആക്രമണവും, പോലീസ് അധികാരികളുടെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വിരോധമായിട്ടുള്ളതായ സഹകരണവും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉളവാക്കിയെങ്കിലും ഇന്നും ആ സുവിശേഷത്തിന്റെ ദീപശിഖയുമായി ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത് ആ പ്രകാശം കെട്ടുപോകാതെ, ആ തിരി അണഞ്ഞു പോകാതെ ദൈവം സൂക്ഷിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവദാസനെ. ആ വിളക്കിൽ എണ്ണ കുറഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ തിരി കെട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവാണ് അത് നിറച്ചതെങ്കിൽ, കർത്താവാണ് അത് കത്തിച്ചതെങ്കിൽ അത് കരിന്തിരിയാകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് പ്രകാശിക്കും, അത് ഊതിക്കത്തിക്കും. അതനേക പ്രിയപ്പെട്ടവരെ ആ ക്രിസ്തുവിങ്കിലേക്ക്, ആ ക്രൂശിങ്കിലേക്ക് അടുപ്പിക്കുവാൻ അത് മുഖാന്തരമായി തീരും. ദൈവദാസനെ, കുഞ്ഞുങ്ങളെ, കർത്തൃദാസിയെ ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്തൃ ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, അയക്കുന്ന ഇടങ്ങളിൽ പിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ വിലയേറിയ സമയം വേർതിരിച്ചതിന് ദൈവദാസനോട് ഒരു പ്രാവശ്യം കൂടെ അകവഴിഞ്ഞ് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാവശ്യമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.